സൗത്ത് ഏഷ്യൻ റീജിയൻ ഉണ്ടല്ലോ, ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമാർ, വിയറ്റ്നാം, കംബോഡിയ വരുന്ന ആ ഒരു സൗത്ത് ഏഷ്യൻ റീജിയനിൽ മൊത്തവും അബ്നോർമലായിട്ടൊരു 3-4 ഡിഗ്രി സാധാരണ അനുഭവിക്കുന്നതിനേക്കാളും 3-4 ഡിഗ്രി താപനില കൂടുതലാണ്. എമർജൻസി എന്നൊക്കെ പറയുമ്പോഴത്തേന് അത് പറഞ്ഞ് പേടിപ്പിക്കലല്ല, പക്ഷെ കാലാവസ്ഥാപരമായിട്ട് ഒരു ലോകം ഒരു പ്രതിസന്ധിയിലെത്തി നിൽക്കുകയാണ്. നമുക്ക് ഓൾറെഡി ഉള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളോടൊപ്പം തന്നെ കാലാവസ്ഥാപരമായിട്ടുള്ള വലിയൊരു പ്രതിസന്ധിയും കൂടെ നമ്മൾ നേരിടേണ്ട ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അതിനെ നമ്മൾ എമർജൻസി എന്നോ അല്ലെങ്കിൽ ക്രൈസിസ് എന്നോ പേരെന്ത് വിളിച്ചു കഴിഞ്ഞാലും ആ പ്രശ്നം ഗുരുതരമായിട്ട് നിലനിൽക്കുകയാണ്. നമ്മുടെ നൈറ്റ് ടെമ്പറേച്ചർ കൂടാനുള്ള കാരണം അതാണ്. നമ്മൾ അടുത്തുള്ള അറബിക്കടലിൽ ചൂടായി കിടക്കണം, 1.5 ഡിഗ്രിയോളം ചൂടായി കിടക്കണം. അത് അബ്നോർമലാണ്. അൺഈവനായിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെന്റ് ഫോസിൽ ഡ്രിവൺ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഗ്ലോബൽ വാർമിംഗ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇന്ന് മെയ് 1 ഏറ്റവും കൂടുതൽ ചൂട് കൂടുന്ന കാര്യം പ്രത്യേകം നമ്മൾ സംസാരിക്കുന്ന AC റൂമിലിരുന്നാണ്. പക്ഷെ ഒരു വർക്കിംഗ് ക്ലാസ് ഇപ്പോഴും പുറത്ത് പണിയെടുക്കുകയാണെന്നുള്ളതാണ്. പല രാജ്യങ്ങളിലും പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഉഷ്ണ തരംഗങ്ങൾ കൂടുതൽ ഉണ്ടാകുന്ന അവസരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ റോഡ് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ഒരു എക്സ്പാൻഡിങ് അർബനൈസേഷൻ്റെ എഫക്റ്റ് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ വലിയ രീതിയിൽ മൈക്രോ ക്ലൈമറ്റിനെ ബാധിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. ദുരന്തം മാത്രമല്ല കാലാവസ്ഥ വ്യതിയാനമായിട്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞാൽ ലൈഫ് ആൻഡ് ലൈവ്ലിഹുഡ് എന്നുള്ളതാണ്. അടുത്ത ഒരാഴ്ച കഴിയുമ്പോഴത്തേനെ ചൂട് മാറിയിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇടിമിന്നൽ കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളെ പറ്റിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ നമ്മൾ മൺസൂൺ കൊണ്ടുണ്ടാകുന്ന ചെറിയ ഫ്ലഡിനെ പറ്റിയോ അല്ലെങ്കിൽ സൈക്ലോൺ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കും നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇത് ഇവോൾവിംഗ് ആണ്. നമ്മുടെ ഈ അപകട സാധ്യത ഹസാർഡ് എന്ന് പറയുന്നത് ഇവോൾവിങ്ങും ഡൈനാമിക്കുമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. ഇതിനെ പക്ഷേ നമുക്കൊരു ആക്ഷനബിൾ ലീഡ് ടൈമിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് മോണിറ്റർ ചെയ്യാൻ പറ്റും. നമ്മൾ പല വെറ്റ്ലാൻഡ്സും ഒക്യുപ്പൈ ചെയ്തിട്ടാണ് നമ്മൾ വികസന പ്രവർത്തനം. അപ്പം ഇത് ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്തുള്ള ആ ഒരു കുഷ്യൻ ഇല്ലാതാകും. അപ്പം അധിക ജലത്തെ സംഭരിച്ചു വെക്കുന്ന ആ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു സ്റ്റോറേജ് സിസ്റ്റം, അത് ഫ്ലഡിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്റ്റോറേജ് സിസ്റ്റം നാച്ചുറൽ ആയിട്ടുള്ളത്, മനസ്സിലായില്ലേ, അത് പോകുന്നു. അപ്പം ചൂട് കൂടാനും മറ്റൊരു കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ കണ്ടൽ കാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ ചൂടിനെ കുറച്ചൊക്കെ. അപ്പം അതുകൊണ്ടാണ് പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് പറയുന്നത്. അല്ലാതെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ആഗോള താപനം തടഞ്ഞു നിർത്താൻ ഒരിക്കലും പറ്റില്ല. അപ്പം പ്രകൃതിയെ അപ്പം അതിനെയാണ് നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ടെക്നോളജി മാത്രം കൊണ്ട് നമുക്കിതിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല. അതൊക്കെ മിറ്റിഗേഷൻ ലെവലിലാണ്. അഡാപ്റ്റേഷനിൽ വരുമ്പോഴാണ് നമ്മൾ പറയുന്ന പോലെ കൂടുതൽ ഈ പ്രാദേശിക ഭരണകൂടങ്ങളിലും അല്ലെങ്കിൽ പ്രാദേശിക അടിസ്ഥാനത്തിലും സ്റ്റേറ്റും ഒക്കെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചറിനോ അല്ലെങ്കിൽ ഇതിനെ കാർബൺ ന്യൂട്രാലിറ്റിയിലേക്കൊക്കെ പോകുന്നതിനേക്കാളും ഉപരി നമ്മുടെ ലോക്കലായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഉപജീവന മാർഗത്തെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നതിനെ എങ്ങനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ ജീവനോപാധി എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ്. പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നതിലൊക്കെ നമുക്ക് വിഷയമുണ്ട്. കാർഷിക മേഖലയിലെ പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. അത് നമ്മൾ അതിനെപ്പറ്റി മീഡിയാസും ആരും ചർച്ച ചെയ്യുന്നില്ലെന്നാണ്. ഇപ്പോൾ വെള്ളമില്ലാത്തത് പോലും ആർക്കും വിഷയമില്ല. നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം എത്രത്തോളം വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കിണറ്റിൽ എത്രത്തോളം വെള്ളമുണ്ട്, ആസ് ലോങ് ആസ് വി ആർ നോട്ട് ബോധേഡ് എന്നുള്ളതാണ്. കേരളം ഇപ്പോൾ ഒരു ഉഷ്ണതരംഗത്തിൻ്റെ, നമ്മളധികം മുമ്പൊന്നും കേട്ട് പരിചയമില്ലാത്തൊരു വാക്കും കൂടിയാണ് ഉഷ്ണതരംഗം. അത് സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലാണുള്ളത്. ഭയങ്കര ചൂടാണ്, പുറത്തിറങ്ങാൻ വയ്യാത്ത വലിയ ചൂടിലൂടെ കടന്നു പോവാം. എക്സ്ട്രീംസ് ആണ് കാലാവസ്ഥ പ്രതിഭാസങ്ങളിൽ. നമ്മൾ തന്നെ മുമ്പ് സംസാരിച്ചപ്പോൾ ആദ്യം ഒരു 2016-17 സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഴ പെയ്യുമ്പോൾ ഭയങ്കര ഫ്ലഡ് ആവുന്ന രീതിയിൽ, വെയിലാവുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ചൂടുമൊക്കെ ആയിട്ട്. ആദ്യം നമുക്ക് ഈ ഉഷ്ണതരംഗം എന്താണെന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. കേരളത്തിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ള ഈ ഉഷ്ണതരംഗത്തിൻ്റെ സ്വഭാവം എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു പ്രദേശത്ത്, പ്രത്യേകിച്ചും കേരളം പോലുള്ള ഒരു പ്രദേശത്ത് ശരാശരി താപനില ഇപ്പം പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലുമാണ് ഇത് കൺഫേം ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് 40 ഡിഗ്രിക്ക് മുകളിൽ താപനില ഉയരുകയും അത് ശരാശരിയിൽ നിന്നും ഒരു 4.5 തൊട്ട് 6.4 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലുമാണെങ്കിൽ ആ പ്രദേശത്ത് ഉഷ്ണതരംഗം 2 ദിവസം കോൺസിക്യൂട്ടീവായിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം ഉഷ്ണതരംഗം
സ്ഥിരീകരിക്കുക. ശരാശരി എന്ന് പറയുമ്പോൾ അത് എത്രയാണ്? ദീർഘകാല ശരാശരി ഒരു 30 വർഷത്തെ ഈ മാസത്തെ അല്ലെങ്കിൽ ഈ ദിവസത്തെ 30 വർഷത്തെ നമ്മൾ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു താപനിലയുണ്ട്. അതാണ് ശരാശരി താപനില. അപ്പോൾ ആ 30 വർഷത്തെ ആവറേജ് ടെമ്പറേച്ചറിനെക്കാളിലും ആ ദിവസത്തെ ആവറേജ് ടെമ്പറേച്ചറിനെക്കാളിലും ഒരു 4.5 ഡിഗ്രിക്ക് മുകളിൽ ആ ഒരു അനോമലി ഈ വർഷം അതിനേക്കാളും കൂടുതലാണെങ്കിൽ അത് 2 ദിവസം തുടർച്ചയായിട്ട് ഒരു പ്രദേശത്ത് നിലനിൽക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കേരളത്തിന്റെ സാഹചര്യത്തിൽ 40 ഡിഗ്രി വരെ ആകണമെന്നില്ല. സമതല പ്രദേശങ്ങളിൽ 37 ഡിഗ്രിക്ക് മുകളിലാണെങ്കിലും ഈ അനോമലി സിറ്റുവേഷൻ ഒരു 4.5 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഉഷ്ണതരംഗം പറയാം. ഫെബ്രുവരിയിലും ഏകദേശം അനോമലി 3.5 വരെയൊക്കെ വന്നു. പക്ഷേ താപനില 35 വരെ ഉള്ളായിരുന്നു. ഈ 30 വർഷത്തെ ആവറേജ് പറഞ്ഞില്ലേ, ഇതിലേതെങ്കിലും കാലത്ത് ഇതേപോലെ അബ്നോർമലായിട്ട് ചൂടുണ്ടായിട്ടുണ്ടോ? 1-2 അവസരങ്ങൾ. ഇപ്പം 1950-കൾക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ ഇൻസ്ട്രുമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള നല്ല റെക്കോർഡ്സ് വരുന്നത്. പക്ഷെ 1987 ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ 2016 അതിപ്പോൾ ഈ ഡെക്കേഡിലാണല്ലോ, കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ 2016 ഉണ്ടായിട്ടുണ്ട്. 41.8, 41.9, അതായത് 42 അടുത്ത് വരെ പാലക്കാട് താപനില എത്തിയിട്ടുണ്ട്. പക്ഷെ ആ കാലയളവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസം നിലനിൽക്കുന്നു. ഒരു പ്രദേശത്ത് തന്നെ ഇത് കണ്ടിന്യൂസ് ആണ്. മറ്റേത് ഒരു ദിവസം 2 ദിവസം വന്നു കഴിഞ്ഞാൽ ഇത് വേവുന്നില്ല, ഉഷ്ണതരംഗം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തരംഗത്തിന് ഒരു കയറ്റവും ഇറക്കവും ഉണ്ടല്ലോ. അപ്പം കയറി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആ ഒരു ദൈർഘ്യം കൂടുതൽ ദിവസങ്ങൾ കൂടുതലായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നത്. അതിന് ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ വേനൽക്കാലം ഈ വർഷം ഫെബ്രുവരി ഏകദേശം ജാനുവരി ലാസ്റ്റ് തൊട്ട് തന്നെ നമുക്ക് വേനൽക്കാലത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. ഇപ്പം ഫെബ്രുവരിയിലൊക്കെ തണുപ്പ് കാലമാണ്, ഒരു 31-32 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ ഈ വർഷം 35 ഡിഗ്രി ചൂടിലേക്ക് പോയി ഫെബ്രുവരിയിൽ. അത് തന്നെ അനോമലി സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ 3.5 ഡിഗ്രി സാധാരണ ഫെബ്രുവരിയിൽ കിട്ടുന്ന താപനിലയെക്കാളും ഒരു 3.5 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരുന്നു. ഫെബ്രുവരിയിലും കൂടി, മാർച്ചിൽ അതിനേക്കാളിലും കൂടി, ഏപ്രിലാകുമ്പം അതിലും കൂടും. ഏപ്രിൽ ലാസ്റ്റ് മെയ് ഒക്കെ ആകുമ്പോഴാണ് നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രദേശത്തെ താപനില ഉയരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ ടൈമിൽ മാർച്ച് തൊട്ടാണ് യഥാർത്ഥത്തിൽ ഒരു 35ലേക്ക് കടന്ന് അങ്ങനെ പോയി ഒരു ഏപ്രിൽ ലാസ്റ്റ് മെയ് ആകുമ്പോൾ ഒരു തുടക്കം വരെ ആകുമ്പോഴത്തേക്കാണ് അത് പീക്കിലെത്തി സാച്ചുറേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷം കേരളത്തെ സംബന്ധിച്ച് നമുക്ക് വേനൽ മഴയുടെ കാലഘട്ടമാണ്. മാർച്ച് പകുതി തൊട്ട് നമുക്ക് വേനൽ മഴ എത്തും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പിന്നീട് അതങ്ങോട്ട് വലുതായിട്ട് ഫീൽ ചെയ്യാത്ത കേരളത്തെ സംബന്ധിച്ച്. അതേസമയം പാൻ ഇന്ത്യ സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയ് തൊട്ട് ജൂൺ വരെയുള്ള കാലഘട്ടമാണ് പീക്കായിട്ടുള്ള ഈ ഉഷ്ണതരംഗ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം വടക്കേ ഇന്ത്യയിൽ ഉഷ്ണതരംഗങ്ങളുടെ ആ ഒരു സീസൺ തുടങ്ങാൻ പോവുകയാണ്. ഇതിപ്പോ നമ്മൾ കേരളത്തിലാണല്ലോ ഈ അബ്നോർമൽ പരിപാടി പറഞ്ഞത്. ഇന്ത്യയിലും ഈ കാലഘട്ടത്തിൽ തന്നെയാണോ അതോ തുടക്കം മുതലേ ഇങ്ങനെ തന്നെ? ഇന്ത്യയിൽ മാത്രമല്ല, നമ്മൾ സൗത്ത് ഏഷ്യ മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പീരീഡിൽ ഈവൻ ബംഗ്ലാദേശിലൊക്കെ ഈ ഉഷ്ണതരംഗം ഏകദേശം മെയ് ലാസ്റ്റ് ജൂണിലൊക്കെ അനുഭവപ്പെടുന്ന ഒരു പാറ്റേൺ ആണല്ലോ. ബംഗ്ലാദേശിൽ 40 ആൾക്കാരാണ് മരിച്ചത്. നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ്, മ്യാൻമാർ, വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സൗത്ത് ഏഷ്യൻ റീജിയൻ ഉണ്ടല്ലോ, ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമാർ, വിയറ്റ്നാം, കംബോഡിയ വരുന്ന ആ ഒരു സൗത്ത് ഏഷ്യൻ റീജിയനിൽ മൊത്തവും അബ്നോർമലായിട്ടൊരു 3-4 ഡിഗ്രി സാധാരണ അനുഭവിക്കുന്നതിനേക്കാളും 3-4 ഡിഗ്രി താപനില കൂടുതലാണ് ഈ പ്രദേശങ്ങളിലെല്ലാം. ഈ പറഞ്ഞ പോലെ അത് ഈ വർഷമാണോ അതോ നേരത്തെ കുറെ വർഷങ്ങളായിട്ട് ഇത് തുടരുന്നുണ്ടോ? അങ്ങനെ ഈ വർഷമാണ് ഇത്രയും വലിയൊരു അനോമലി നമ്മൾ ശ്രദ്ധയപ്പെടുന്നത്. കാരണം അപ്പോൾ നമ്മൾ ഈ വർഷത്തെ അനോമലി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 2023 കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും ചൂട് കൂടിയ വർഷമാണ്. അതിന് ഒരു എല്ലിനോ സിറ്റുവേഷൻ ആണെന്ന് പറയാം. 2016 കേരളത്തിൽ ഈ ഒരു ചൂടുണ്ടായ സമയത്ത് എല്ലിനോ ഉണ്ടായിരുന്നു. എല്ലിനോ സിറ്റുവേഷന്റെ പാർട്ടായിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷവും കഴിഞ്ഞ വർഷവും എല്ലിനോട് കാരണം 2023 ഏറ്റവും ചൂടുള്ള വർഷമായിട്ട് മാറി. എന്നാൽ 2024 ആ എല്ലിനോ കണ്ടീഷൻ കണ്ടിന്യൂ ചെയ്തു പോയി. അപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് ആണ് നമ്മൾ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ തൊട്ടേ നമ്മൾ അനുഭവിക്കുന്നത്. അത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ മൊത്തവും സൗത്ത് ഏഷ്യനും ഈവൻ അറ്റ്ലാന്റിക് വരെ നീണ്ടു നിൽക്കുന്ന സമുദ്രമേഖല പോലും 2 ഡിഗ്രി 3 ഡിഗ്രി വാമായി നിൽക്കുകയാണ്. ഈ ഹീറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന സംഗതി എന്താ ശരിക്കും, അതെങ്ങനെയാ? ഈ കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്ത് ഉഷ്ണം ഇത്രയും ബുദ്ധിമുട്ടാകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപനിലയോടൊപ്പം തന്നെ ഹ്യൂമിഡിറ്റിയും കൂടെ കൂടി നിൽക്കുന്നുണ്ട്, ആർദ്രത. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അതായത്
അതൊരു ഒരു ഹ്യൂമൻ ഡിസ്കംഫർട്ട് ഇൻഡെക്സ് ആണ്. അതായത് ഒരു നിശ്ചിത താപനിലയിൽ ഒരു ഫോർ എക്സാമ്പിൾ 38 ഡിഗ്രി താപനിലയിൽ ഒരു 60% ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീൽസ് ലൈക്ക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രിക്ക് അടുത്തായിരിക്കും. ഒരു അതാണ് അതിൻ്റെ ഒരു സ്കെയിൽ. പക്ഷെ അതും പല ആൾക്കാരെയും പല രീതിയിലാണ് ബാധിക്കുന്നത്. ഇപ്പം പ്രായമുള്ളവർക്ക് അത് കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യും, മരുന്ന് കഴിക്കുന്നവരെ കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യും, ഫിസിക്കലായിട്ട് ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നവരെ അത് കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് ഈ ഒരു ഹീറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ്റെ ആ ഡിസ്കംഫർട്ട് ലെവൽ കൂടുന്നതിൻ്റെ ഒരു മെഷറാണെന്ന് മാത്രമേ ഉള്ളൂ. അത് പക്ഷേ സബ്ജക്റ്റീവാണ്. പല ആൾക്കാരെയും അത് ഒരു പർട്ടിക്കുലർ 50 ഹീറ്റ് ഇൻഡെക്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സമൂഹങ്ങളെയും അല്ലെങ്കിൽ പല ആൾക്കാരെയും പല രീതിയിലായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ. ഒരു ലീനിയറൈസ്ഡ് സ്കെയിലൊന്നുമല്ല. അപ്പോൾ അതാണ് കേരളത്തെ സംബന്ധിച്ച് അതാണ് ഒരു പ്രശ്നം. അതുപോലെ കേരളത്തിന് മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് കേരളം അനുഭവിക്കുന്ന ഈ ചൂടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെ ഒരു കാരണം അതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നൈറ്റ് ടെമ്പറേച്ചർ കൂടാനുള്ള കാരണം അതാണ്. നമ്മൾ അടുത്തുള്ള അറബിക്കടലിൽ ചൂടായി കിടക്കണം, 1.5 ഡിഗ്രിയോളം ചൂടായി കിടക്കണം. അത് നോർമലാണ്. അത് കാരണം നമ്മുടെ ലോക്കൽ കടൽ വെള്ളത്തിന് കൂടുതൽ ഹീറ്റിനെ റീറ്റെയിൻ ചെയ്യാം. അപ്പം കര തണുക്കുന്ന പോലെ കടൽ തണുക്കത്തില്ല. അപ്പം രാത്രിയാകുമ്പം കര തണുക്കുന്നുണ്ട്, പക്ഷെ ഈ ചൂട് പിടിച്ച കടൽ അവിടെ ചൂട് പിടിച്ച് തന്നെ നിലനിൽക്കില്ലേ. അപ്പം ആ ഒരു ഇമ്പാക്റ്റ് രാത്രി താപനിലയിലൊക്കെ കേരളത്തിൻ്റെ കോസ്റ്റൽ റീജിയനിലൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹ്യൂമിഡിറ്റി കൂടുന്നത്, ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ്. ഇത് ഹീറ്റിനെ ട്രാപ്പ് ചെയ്യുന്ന ഗ്യാസാണ്. അപ്പോൾ അതും ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒക്കെ രാത്രിയാകുമ്പോഴത്തേന് തണുക്കും. നമുക്ക് രാത്രിയിലും ഈ പറഞ്ഞ പോലെ കോസ്റ്റൽ റീജിയൻ ആയതുകൊണ്ട് രാത്രിയിലും ആ ഒരു ഹീറ്റ് ഇൻഡെക്സ് കൂടി തന്നെ നിൽക്കും. ഇത് ഇപ്പൊ സമുദ്രജലത്തിന്റെ ഉപരിതല ഊഷ്മാവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ, അത് മറ്റു തരത്തിലും കൂടി ബാധിക്കില്ല? ഇനി വരാനിരിക്കുന്ന പ്രതിഭാസങ്ങളെയും കൂടെ ബാധിക്കാനുള്ളൊരു സാധ്യതയല്ലേ? അതെ. ഇപ്പം ഈ നമ്മുടെ കരയും അന്തരീക്ഷവും ചൂട് പിടിക്കുന്നതിനേക്കാളും ഡേഞ്ചറാണ്. അപ്പം അന്തരീക്ഷം ചൂട് പിടിച്ചു കഴിഞ്ഞാൽ 4 ഡിഗ്രി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അന്തരീക്ഷം ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ തണുക്കും. അത് തിരിച്ച് ബൗണ്ട് ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാച്ചുറൽ സൈക്കിളിലേക്ക് മാറും. അതേസമയം കടൽ വെള്ളം വൺസ് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ ആ ചൂട് അത് റീറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ്. അത് എളുപ്പം അങ്ങനെ ചൂടാകത്തുമില്ല, എളുപ്പം തണുക്കത്തുമില്ല. അപ്പം കിട്ടുന്ന ചൂട് അത് വെള്ളത്തിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം നമുക്ക് ഒരു വെള്ളത്തെ 1 ഗ്രാം വെള്ളത്തെ ചൂടാക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ എനർജി കൊടുക്കണം. അത് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയും. കൂടുതൽ എനർജി കൊടുത്താലേ വെള്ളത്തിനെ 1 ഡിഗ്രി നമുക്ക് ചൂടാക്കാൻ പറ്റും. അതേസമയം വായുവിനെ നമുക്ക് 1 ഡിഗ്രി ചൂടാക്കണമെങ്കിൽ അതിൻ്റെ 4/1 എനർജി കൊടുത്താൽ മതി. അപ്പം ഇത്രയും ചൂട് വെള്ളം സംഭരിക്കും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് കടൽ വെള്ളം 1 ഡിഗ്രി ചൂടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം കര 2 ഡിഗ്രി ചൂടാകുന്നതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പം കാരണം ഈ കടൽ വെള്ളത്തിൻ്റെ ആ പ്രോപ്പർട്ടി അങ്ങനെയാണ്. നമ്മുടെ യഥാർത്ഥത്തിൽ ഈ ഒരു ക്ലൈമറ്റ് സിസ്റ്റത്തെ, ഒരു കാലാവസ്ഥാ വ്യൂഹത്തെ ഈ ഒരു സ്റ്റെബിലിറ്റിയിൽ അല്ലെങ്കിൽ ഈ ഒരു നിശ്ചിത പരിധിയിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് തന്നെ ഈ കടൽ അല്ലെ വെള്ളം 70% അല്ലെങ്കിൽ നമ്മൾ മാസ് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഭൂമിയുടെ ടോട്ടൽ മാസിൻ്റെ ഏകദേശം 90% കടൽ ആയതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ചൂടിൻ്റെ 90% അബ്സോർവ് ചെയ്യുന്നത് കടലാണ്. അപ്പം കടൽ ചൂടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടിപ്പിംഗ് പോയിന്റിലേക്ക് ആ ഒരു ത്രഷോൾഡിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് സിസ്റ്റം തന്നെ കൂടുതൽ ക്ലൈമറ്റ് സിസ്റ്റത്തെ ആ ഒരു സ്റ്റെബിലിറ്റിയിൽ കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാന കാരണം കടലാണ്. അപ്പോൾ അത് മാറുമ്പോൾ അതിന്റെ ക്യാരക്ടർ തന്നെ മാറും. അത് മാറുമ്പോൾ കാലാവസ്ഥയുടെ മറ്റ് മേഖലകളെയും അത് ധാരാളമായിട്ട് അതിന് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാകുന്നത്. ഒരു കോമ്പൗണ്ടും അതുപോലെ തന്നെ ഇത് കാരണം കരയിലും മറ്റ് വെള്ളത്തിൻ്റെ ഐസ് ഉഴുകുന്നതായാലും ഇതെല്ലാം ഈ കടൽ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം കടൽ ചൂട് പിടിക്കുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പാറ്റേണാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം COP28 ശേഷമുള്ള ഒരു മീറ്റിംഗ് ആണ് കഴിഞ്ഞ ദിവസം G7 കൺട്രീസും കൂടെ നടത്തിയത്. അതിനകത്തും ഈ പറയുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളെല്ലാം വന്നിരുന്നല്ലോ. ഈ ലോകം ഈ ഒരു നിങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം എഴുതിയതുപോലെ ഒരു കാലാവസ്ഥ എമർജൻസി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് മാറു തന്നെയാണോ? അതിന്റെ ഒരു ലക്ഷണം അങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്നുള്ള രീതിയിലേക്ക് അല്ല. നമ്മൾ ഈ എമർജൻസി എന്നൊക്കെ പറയുമ്പോഴത്തേന് അത് പറഞ്ഞ് പേടിപ്പിക്കലല്ല, പക്ഷെ കാലാവസ്ഥാപരമായിട്ട് ഒരു ലോകം ഒരു പ്രതിസന്ധിയിൽ എത്തി നിൽക്കുകയാണ്. നമുക്ക് ഓൾറെഡി
ഉള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളോടൊപ്പം തന്നെ കാലാവസ്ഥാപരമായിട്ടുള്ള വലിയൊരു പ്രതിസന്ധിയും കൂടെ നമ്മൾ നേരിടേണ്ട ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അതിനെ നമ്മൾ എമർജൻസി എന്നോ അല്ലെങ്കിൽ ക്രൈസിസ് എന്നോ പേരെന്ത് വിളിച്ചു കഴിഞ്ഞാലും ആ പ്രശ്നം ഗുരുതരമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ അതിൽ പേര് എന്ത് വിളിച്ചാലും പക്ഷെ അതിൻ്റെ ആ ഒരു പ്രശ്നത്തെ എങ്ങനെ അഭിമുഖീകരിക്കാമെന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് നമ്മൾ തുടർന്ന് വന്നിരുന്ന ഒരു പാറ്റേണിൽ നിന്ന് വലിയ രീതിയിൽ മാറ്റം വന്നത് നമ്മൾ ഈ ഒരു അടുത്തൊരു കഴിഞ്ഞ 10 വർഷം എടുത്താൽ തന്നെ എവിഡന്റ് ആണ്. നമ്മൾ പരിചയിച്ചിട്ടില്ലാത്ത സൈക്ലോൺസ് വന്നു, ഫ്ലഡ് ഉണ്ടായി, ഇപ്പോൾ ഉഷ്ണതരംഗം വരുന്നു. എന്ത് മാറ്റങ്ങളാണ്, അതായത് ഗ്ലോബലി ഈ ചേഞ്ച് ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പണ്ട് പറയാറുള്ള ഒരു തിയറി ഉണ്ടല്ലോ, തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്ന് പറയുന്ന ഒരു സംഗതി. ലോക്കലി നമുക്ക് എങ്ങനെ ആക്ട് ചെയ്താലാണ് ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുക, എന്തൊക്കെ തരത്തിലുള്ള ആക്ഷൻസ് ആണ് വേണ്ടത് എന്നുള്ളതാണ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഈ കാലാവസ്ഥ വ്യതിയാനം അല്ലെങ്കിൽ ആഗോളതാപനം ആണ് ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ കാരണമെന്നാണ് സയൻസിന്റെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ തിയറി അനുസരിച്ച് നമ്മളിത് ഈ ലോകവ്യാപകമായിട്ട് ഇത് പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മൂല കാരണം എന്ന് പറഞ്ഞാൽ ആഗോളതാപനമാണ്. അതുണ്ടാക്കുന്നത് ഈ ഫോസിൽ ഫ്യൂവൽ ഡ്രിവൺ ആയിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഗ്ലോബൽ വാർമിംഗ്. നമ്മൾ അതിനെ ആ രീതിയിലേ കാണാനും പറ്റത്തുള്ളൂ. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആ ഒരു അൺഈവനായിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഫോസിൽ ഡ്രിവൺ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഗ്ലോബൽ വാർമിംഗ്. അപ്പൊ നമ്മൾ അതിനെ ഗ്ലോബൽ വാർമിങ്ങിനെ നമ്മൾ ആ രീതിയിലേ കാണാനും പാടുള്ളൂ. കാരണം ഇത് ഒരു പറയുന്ന ചൊല്ലുണ്ടല്ലോ, ഈ പ്രോബ്ലത്തിൽ ലീസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അപ്പൊ അവിടാണ് അതിന്റെ പ്രശ്നം കിടക്കുന്നത്. നമ്മൾ ഈ ഒരു പ്രശ്നത്തിൽ പൊളിറ്റിക്സ് കിടക്കുന്നത് അവിടാണ്. ഈ പ്രശ്നത്തിൽ ഒട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത സാധാരണ അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള സമൂഹങ്ങളെയാണ് അത് ഗ്ലോബലി ഇപ്പം ഇത്. കാരണം ഇതിപ്പം ഒരു എന്താ വ്യാവസായിക വിപ്ലവം തുടങ്ങി 1856 ശേഷം ഒരു ഫോസിൽ ഡ്രിവൺ ആയിട്ടുള്ള വ്യാവസായിക ഉൽപ്പാദനത്തിലേക്ക് അല്ലെങ്കിൽ ക്യാപിറ്റൽ ആ ഒരു ഇതിലേക്ക് പോകുന്ന മൂലധനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഉൽപ്പാദന ക്രമത്തിലേക്ക് മാറിയതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അപ്പോൾ ഇത് ഉണ്ടാക്കി വിട്ടത് കൂടുതലും വികസിത രാജ്യങ്ങൾ, അമേരിക്ക, യൂറോപ്പ് അല്ലെങ്കിൽ ചൈനയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ രാജ്യങ്ങൾ ഉണ്ടാക്കി വിട്ട ഒരു പ്രശ്നമാണ്. പക്ഷേ അതിൻ്റെ തിക്തഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നമ്മുടെ സൗത്ത് ഏഷ്യൻ കൺട്രീസ്, ആഫ്രിക്ക, പസഫിക്കിലെ ഐലൻഡ് നേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് വേൾഡ് കൺട്രീസ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് നേഷൻസ്, അണ്ടർ ഡെവലപ്ഡ് നേഷൻസ് ആണ്. അപ്പം അതാണ് അതിൻ്റെ ആ ഒരു അസമത്വം. ഗ്ലോബലി ഉള്ള പൊളിറ്റിക്സ്, ഗ്ലോബലി കിടക്കുന്ന ആ ഒരു ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ ഇന്നിക്വാലിറ്റി, ക്ലൈമറ്റ് ഇന്നിക്വാലിറ്റി എന്ന് പറയാം. അപ്പം ഇതേ അവസ്ഥ തന്നെ നമ്മൾ പ്രാദേശിക അടിസ്ഥാനത്തിലും കാണാൻ സാധിക്കും. അപ്പം ഇത് നമ്മൾ ഇപ്പം പറഞ്ഞത് ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ആണെങ്കിൽ അതേ തരത്തിലുള്ള ആ ഒരു ഇന്നിക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ആ ഒരു അസമത്വങ്ങൾ, അത് കാലാവസ്ഥാ വ്യതിയാനം അതിനെ ഒന്നുകൂടി അഗ്രവേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു. അതല്ലാതെ കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഒന്നും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്നതല്ല. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് അതിനെ കൂടുതൽ സങ്കീർണമാക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പം ലോക്കലി പ്രാദേശിക അടിസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇതിലൊന്നും സൈക്കിൾ ചവിട്ടി പോകുന്നവരും നടന്ന് കടയിൽ പോകുന്നവരും ഒക്കെയാണ് ഇതുമായിട്ടുള്ള ഈ ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പം ഉദാഹരണമായിട്ട് ഇന്ന് മെയ് 1 ഏറ്റവും കൂടുതൽ ചൂട് കൂടുന്ന കാര്യം പ്രത്യേകം നമ്മൾ സംസാരിക്കുന്ന AC റൂമിലിരുന്നാണ്. പക്ഷേ ഒരു വർക്കിംഗ് ക്ലാസ് ഇപ്പോഴും പുറത്ത് പണിയെടുക്കുകയാണെന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഈ ഒരു എഫക്റ്റ് അനുഭവിക്കുന്നത് പല രീതിയിലും ഒരു എന്താ പറയുന്നത്, ഒരേപോലെയല്ല. ഓരോ സമൂഹങ്ങളെയും ഓരോ വ്യക്തികളെയും ഇത് ബാധിക്കുന്നത് പല തരത്തിലാണ്. അതുകൊണ്ടാണ് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരിക്കലും ഇതിനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് കാരണം എല്ലാ ആൾക്കാരും ഇപ്പോൾ ഒരു പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ, ആ ഒരു എന്താ പറയുന്നത് അസമത്വം നിലനിൽക്കുന്നുണ്ട് ജീവിതാവസ്ഥയിൽ. അത് ഇതിലും റിഫ്ലക്ട് ചെയ്യുമെന്നുള്ളതാണ്.
അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഒരു ദുരന്തം ആയിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ എന്നുള്ളതാണ് അതിലെ വസ്തുത. ഒരു കാലാവസ്ഥാ വ്യതിയാനം നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഒരു 100 പേര് മരിക്കണം, അല്ലെ 10 വെള്ളപ്പൊക്കം വരണം, അല്ലെങ്കിൽ വലിയ സൈക്ലോൺ വരണം, അല്ലെ കുറേ ആൾക്കാർ കാഷ്വാലിറ്റീസ് ഉണ്ടായാൽ മാത്രമേ അത് നമ്മളൊരു വലിയ കാലാവസ്ഥാ ദുരന്തമായിട്ട് നമ്മൾ. പക്ഷെ അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ. പക്ഷെ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കാർഷിക മേഖലയിൽ, അതുപോലെ തന്നെ മത്സ്യബന്ധന മേഖലയിൽ, മറ്റു അനുബന്ധ വ്യവസായങ്ങളിൽ, പിന്നീട് ഇപ്പം മാലിന്യ സംസ്കരണം, നമ്മുടെ ആൾക്കാരുടെ ആരോഗ്യം, അതുപോലെ തന്നെ തൊഴിൽ, ഇതെല്ലാമായിട്ട് ഇതെല്ലാം. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യസുരക്ഷയൊക്കെ കൃഷിയെ ബാധിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കൃഷിയെ മത്സ്യബന്ധനത്തിനെ ബാധിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കേരളത്തെ പോലുള്ള ഒരു പ്രദേശത്ത് ഒരു ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ പറഞ്ഞ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഡയമെൻഷൻ്റെ പ്രശ്നമാണ്. നമ്മൾ രണ്ടുപേരും ഇതുവരെ സംസാരിച്ചത് മുഴുവൻ ഒരു മനുഷ്യ കേന്ദ്രീകൃതമായിട്ടാണ് സംസാരിച്ചത്. ഒരു ഹ്യൂമൻ സെൻട്രിക് ആയിട്ടാണ് നമ്മുടെ പല പല കൺസെപ്റ്റുകളും ഡിസ്കഷൻ കിടക്കുന്നത്. പക്ഷേ ഈ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്, ജീവജാലങ്ങളെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നത് വഴി ചൂട് കൂടുന്നതായാലും മഴ കൂടുന്നതായാലും എല്ലാം നമ്മുടെ ജൈവ വൈവിധ്യത്തെ ബാധിക്കുന്നുണ്ട്. ജൈവ വൈവിധ്യം നശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ജീവജാലങ്ങളെയും അതുപോലെ തന്നെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ കൃഷി, വേറൊരു കാര്യം ഞാൻ വിട്ടുപോയി, മൃഗസംരക്ഷണം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നത്തെ മനോരമയെ കണ്ടു, മിൽമയ്ക്ക് 6 ലക്ഷം ലിറ്റർ പാല് കുറവാണ് ഈ കഴിഞ്ഞ മാസം എന്ന്. അപ്പൊ അതെങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റിയെ, ആൾക്കാരുടെ ജീവനോപാധിയെയും അല്ലെങ്കിൽ മൃഗങ്ങളുടെയും പക്ഷികളുടെയും എല്ലാവരുടെയും വിഷയം. ഇതിപ്പം വളർത്തു മൃഗങ്ങളുടെ കാര്യമായതുകൊണ്ടാണ് നമ്മൾ അറിയുന്നത്. ഇതുപോലെ തന്നെയാണ് നാച്ചുറൽ ആയിട്ടുള്ള. അപ്പം എന്ന് പറഞ്ഞാൽ ജൈവവൈവിധ്യം നശിക്കുന്നു. അപ്പോൾ ഇത് ഫുഡ് സെക്യൂരിറ്റിയും ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം അതെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് വ്യൂവിൽ ലാസ്റ്റ് മാത്രം വരുന്ന ഒരു വിഷയമാണ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഫ്ലഡ് ഉണ്ടാകുന്നതും ചുഴലിക്കാറ്റുണ്ടാകുന്നതും ആൾക്കാരുടെ മരിക്കുന്നതും സ്വത്ത് നഷ്ടപ്പെടുന്നതും ഒക്കെ ഏറ്റവും ലാസ്റ്റ് റിയലൈസ് ചെയ്യുന്ന സംഭവമാണ്. പക്ഷെ നമ്മളിത് റിയലൈസ് ചെയ്യാത്ത ഇത്രയും വലിയ വിഷയമാണ് ഇതെന്നുള്ളത് സമൂഹവും ചർച്ച ചെയ്യപ്പെടുന്നില്ല, നമ്മുടെ സ്റ്റേറ്റും ചർച്ച ചെയ്യപ്പെടുന്നില്ല, പോളിസി മേക്കേഴ്സും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കവും വരൾച്ച പോലും ഇന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുമ്പം പാലക്കാടും അതിലും ഒരു ഡിസ്ക്രിമിനേഷൻ വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. പാലക്കാടും ഒക്കെ ഉള്ള ആദിവാസി ഊരുകളിലാണ് ജലക്ഷാമം ഉള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ പൈപ്പ് വെള്ളമൊന്നും അവിടെ എത്തുന്നില്ല. അപ്പൊ ഇവരുടെ സോഴ്സുകൾ എല്ലാം വറ്റിപ്പോയി, മനസ്സിലല്ലേ? അപ്പൊ അതിൽ തന്നെ ജെൻഡർ ഇക്വാലിറ്റി ഉണ്ട്. കൂടുതലും ഇത്തരം വെള്ളം കോരാനൊക്കെ പോകുന്ന സ്ത്രീകളായിരിക്കും, കുട്ടികളായിരിക്കും. അവരുടെ കുട്ടികളുടെ പഠനത്തെ അത് ബാധിക്കും. അപ്പൊ ഇത്തരത്തിൽ ഇത് ആരോഗ്യമെന്ന് ഞാൻ മുമ്പേ സൂചിപ്പിച്ചപ്പം ഇത് മനുഷ്യന്റെ ഫിസിക്കലായിട്ടുള്ള ഹെൽത്ത് മാത്രമല്ല, മെന്റൽ ഹെൽത്തിനെയും ബാധിക്കുന്നുണ്ട്. ഇപ്പം തന്നെ പറഞ്ഞ പോലെ പല രാജ്യങ്ങളിലും പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഉഷ്ണ തരംഗങ്ങൾ കൂടുതലുണ്ടാകുന്ന അവസരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ റോഡ് ആക്സിഡന്റ് ഉണ്ടാകുന്നതെന്ന്. കാരണം ഇത് ഡ്രൈവേഴ്സിന്റെ മെന്റൽ സ്ട്രെസ് കൂട്ടുകയാണല്ലോ. കാരണം കൂടുതൽ പ്രത്യേകിച്ചും നമ്മുടെ മേഖലയിൽ, ഗതാഗത മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാരെല്ലാവരും പറഞ്ഞ പോലെ AC ബസ് ഒന്നും അല്ലല്ലോ ഓടിക്കുന്നത്. നമ്മുടെ അവർക്ക് AC ബസ് ആയാലും അല്ലെങ്കിൽ ഡെലിവറി ബോയ്സ് ആയാലും ഇവരുടെ എല്ലാം എന്താ പറയുക, ആറ്റിറ്റ്യൂഡും അവരുടെ അഗ്രസീവ്നെസ്സും എല്ലാം ഈ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പം അതിലെല്ലാം മെന്റൽ സ്ട്രെസ് എന്ന് പറയുന്നത് വലിയ ഘടകമാണ്. താപനില കൂടുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ഈ സ്ട്രെസ് ഇപ്പോഴും നമ്മൾ മനുഷ്യന്റെ കാര്യമാണ് പറഞ്ഞത്, മൃഗങ്ങൾക്കും ഈ മെന്റൽ സ്ട്രെസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു വലിയ സൈക്കിളാണ്. ഇത് ആ ലെവലിൽ നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതിന് നമ്മൾ ദുരന്തത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നമുക്കിത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്കിതിനെ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ. ഇപ്പൊ പറഞ്ഞില്ലേ, വികസന സങ്കല്പങ്ങൾ മാറിയത് ഇതിനകത്ത് വലിയ പ്രശ്നമാണ്. നമ്മളിപ്പോഴും വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ കൺസ്ട്രക്ഷൻസിനെ കുറിച്ച് പറയും, വലിയ വലിയ നിർമ്മിതികളെ പറ്റിയിട്ട് പറയും. ഈ വലിയ നിർമ്മിതികളാണ് വികസനത്തിന്റെ മാനദണ്ഡം എന്ന് മാത്രമല്ല, ജീവിത നിലവാരം അങ്ങനെ ഉയരൂ,
എന്നൊക്കെയുള്ള കണക്കുകൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ പലതരത്തിൽ, അതായത് കാലാവസ്ഥയെ ഡയറക്റ്റ് ചൂട് എന്നുള്ള രീതിയിലും ബാധിക്കുന്നുണ്ട്, എക്കണോമിക് ലെവലിലും ബാധിക്കുന്നുണ്ട് ആളുകളെയൊക്കെ. ചൂട് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഇത്തരം വലിയ കൺസ്ട്രക്ഷൻസ്, വലിയ നിർമ്മിതികൾ കൂട്ടുന്നത്, ഇതിൻ്റെ കാഠിന്യത്തെ കൂട്ടുന്നത് എങ്ങനെയാണ്? അത് പ്രത്യേകിച്ചും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അത് വലിയ തോതിൽ ബാധിക്കുന്നതാണ് എൻ്റെ ഒരു നിരീക്ഷണം, ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ അങ്ങനെയാണ്. കാരണം കേരളം പൊതുവെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണ്, പൊതുവെ അർബൻ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. അപ്പം കേരളം മുഴുവൻ ഒരു റാപ്പിഡ് അർബണൈസേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു റാപ്പിഡ് ആൻഡ് എക്സ്പാൻഡിങ് അർബണൈസേഷൻ. ഇപ്പം വ്യവസായ നഗരം പണ്ട് കൊച്ചിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ കൊച്ചി വടക്കോട്ട് വികസിച്ച് തൃശ്ശൂർ വരെ എത്തി നിൽക്കുന്നു, തെക്കോട്ട് വികസിച്ച് ആലപ്പുഴ വരെ എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആലപ്പുഴ വരെ അല്ലെങ്കിൽ ചേർത്തല വരെയും ഇതിൻ്റെ ആ ഒരു സിറ്റിയുടെ എക്സ്പാൻഷൻ അത് കിഴക്കോട്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. കിഴക്കോട്ട് എറണാകുളം സിറ്റിക്ക് ഇനിയുള്ളത് മൂവാറ്റുപുഴ ആ ഏരിയയിലേക്കുള്ള ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പം കാക്കനാട് കഴിഞ്ഞ് സിറ്റി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു റാപ്പിഡ് അർബണൈസേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളം. അത് ഇന്നെവിറ്റബിൾ ആണ്. ഇതിനെ നമ്മൾ തടയാൻ പറ്റില്ല. ഇതിന് നമ്മുടെ ആൾക്കാരുടെ എക്സിസ്റ്റൻസിന്റെ പാർട്ടാണ്. ഇതിനെ നമ്മൾ എതിർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഒരു ഹ്യൂമൻ സെൻട്രിക് ആയിട്ടും കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യണമല്ലോ. നമ്മുടെ എക്സിസ്റ്റൻസ്, ആൾക്കാരുടെയും ജീവിത നിലവാരം ഉയരണം, അവരുടെയും എക്സിസ്റ്റൻസ് ഒരു വിഷയമാണ്. പക്ഷെ ഇതിനെ ഒരു എന്താ പറയുക, എന്ത് ഡെവലപ്മെന്റ് ആയാലും എന്തിനായാലും ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബാലൻസിങ് വേണമല്ലോ. അപ്പം അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തെ ഒരു എക്സ്പാൻഡിങ് അർബണൈസേഷൻ്റെ എഫക്റ്റ് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ വലിയ രീതിയിൽ മൈക്രോ ക്ലൈമറ്റിനെ ബാധിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും വൻതോതിൽ നടക്കുന്ന ഈ റോഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട വികസനം. ഇപ്പോൾ റോഡ് നിർമ്മാണം 600 കിലോമീറ്റർ ദൂരത്തിൽ 50 മീറ്റർ വീതിയിലാണെങ്കിൽ പോലും ഒരു ധാരാളം ഏരിയയാണ് അതിനുവേണ്ടി നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ റോഡിൻ്റെ സൈഡിൽ നിന്നിട്ടുള്ള എല്ലാ തണൽ മരങ്ങളും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വെട്ടി നശിപ്പിച്ചു. ഇപ്പം വടക്കോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണൂർ കാസർഗോഡ് ഏരിയയിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ കുന്നും മലയൊക്കെ ഭയങ്കരമായിട്ട് ഇടിച്ച് നിരത്തിയിട്ടാണ് ഇത്തരം കൺസ്ട്രക്ഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സമതല പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ കൺസ്ട്രക്ഷൻ മൊത്തം നടക്കുന്നത്, ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല, ഇത് മൊത്തം നടക്കുന്നത് ഈ പറഞ്ഞ പോലെ ആ പ്രദേശത്തെ ഹൈഡ്രോളജിയെ ഒന്നും പരിഗണിക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തനം. ചിലപ്പം ഈ നിർമ്മാണമെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം ഓക്കെ ആകുമായിരിക്കും. പക്ഷേ ഇപ്പം നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ ഒന്നും പരിഗണിക്കാതെയാണ്. അപ്പം ഇത് കേരളത്തിൻ്റെ എന്താ പറയുക, കേരളത്തിൽ നമ്മൾ ഇത് പറയുമ്പോൾ ബാക്കി എല്ലാ സംസ്ഥാനത്തും എല്ലാം ഫൈനാണെന്നുള്ളതല്ല പറയുന്നത്. നമ്മൾ കേരളത്തിൻ്റെ കാര്യം പറയുന്നതുകൊണ്ടാണ് കേരളത്തിൻ്റെ പറയുന്നത്. ഇതിനേക്കാളിലും പ്രശ്നമുള്ള പ്രദേശങ്ങളാണ് ഡൽഹി എടുത്തു കഴിഞ്ഞാലും മുംബൈ എടുത്തു കഴിഞ്ഞാലും ചെന്നൈ എടുത്തു കഴിഞ്ഞാലും എല്ലാ മെട്രോപൊളിറ്റൻ സിറ്റീസും ഈവൻ ബാംഗ്ലൂർ വരെ അഭിമുഖീകരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളാണിത്. ഇത് നമ്മൾ കേരളത്തെ പറ്റി സംസാരിക്കുന്നതുകൊണ്ട് മാത്രം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ബാംഗ്ലൂർ തന്നെ എടുത്തു കഴിഞ്ഞാൽ ബാംഗ്ലൂർ വെള്ളം റേഷൻ്റെ അവസ്ഥയിലേക്ക് എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടന്നിട്ടുള്ള ആ ഒരു റാപ്പിഡ് ഒരു ഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോയിറ്റേഷൻ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇത് എല്ലാ സിറ്റീസിനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു കോമൺ ഇഷ്യൂ ആണ്. കേരളത്തിന്റെ കാര്യം പ്രത്യേക പശ്ചാത്തലത്തിലൂടെ നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ കേരളത്തിലുള്ള വികസന പ്രവർത്തനം മാത്രമാണ് കുഴപ്പമെന്നുള്ളതല്ല പറയുന്നത്. അപ്പം ഇത് നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ വിഷയങ്ങൾ കാലാവസ്ഥാ വ്യതിയാനമായിട്ട് വരുമ്പോഴത്തേന് അതിതീവ്രമായിട്ടുള്ള മഴ ഉണ്ടാവുകയാണെങ്കിലും അതുപോലെ തന്നെ ഉഷ്ണതരംഗങ്ങൾ ആകുമ്പോഴും ഇത്തരം മൈക്രോ ക്ലൈമറ്റിനെയും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആഗോളതാപനം നമ്മൾ ഉണ്ടാക്കി വിട്ട പ്രശ്നമല്ലെങ്കിൽ പോലും മൈക്രോ ക്ലൈമറ്റ്, ഇലകളും മരങ്ങളും ചെടികളും നമ്മുടെ മണ്ണും ഇതെല്ലാമാണ് നമ്മുടെ കാലാവസ്ഥയെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ആ ഒരു പ്രാദേശിക കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. അപ്പം അതിനെ പരിഗണിക്കണം എന്നുള്ളത് അവിടെയാണ്. ഇപ്പോൾ നമ്മൾ കാലാവസ്ഥയെ പറ്റിയിട്ട് ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയൊക്കെ ചർച്ചകൾ വരുന്ന സമയത്ത് ഇതൊരു ആഗോള പ്രതിഭാസമാണ്. നമുക്കതിനെ ഇവിടെ ഇരുന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള വലിയ പ്രതിഭാസങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ളൊരു മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് പറയും. പക്ഷേ ഈ മൈക്രോ ലെവലിൽ, അതായത് ഒരു മരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മരക്കൂട്ടത്തിൻ്റെ അതിൻ്റെ പ്രസക്തിയെ പറ്റിയിട്ട് പറയുമ്പോൾ അത് ഭയങ്കര കാൽപ്പനികമായിട്ടാണ് എല്ലാവരും കാണുകയും വിമർശിക്കുകയും ചെയ്യുക.
ഒരു വീടിന് ചുറ്റും മരങ്ങൾ വേണമെന്ന് പറയുമ്പോൾ മുറ്റത്ത് ടൈലിടരുതെന്ന് പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ പോലും നിങ്ങൾ അത് പറയാൻ എങ്ങനെ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ AC-ലിരുന്ന് സംസാരിച്ചിട്ട് മുറ്റത്ത് ടൈലിടുന്ന് പറയുന്നതിനകത്ത് വിരോധാഭാസമാണെന്ന് പറയും. പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് മൈക്രോ ലെവലിലുള്ള സംഗതികളെയും നമുക്ക് നിയന്ത്രിക്കാൻ വേണമെങ്കിൽ സാധിക്കുന്നുള്ളത്. അങ്ങനെ ഒരു ഏരിയയെ ചിലപ്പോൾ ചില നമ്മൾ പറയില്ലേ, ഒരു മരക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ ഒരു നഗരത്തിൻ്റെ ഉള്ളിലെ കാട് പ്രദേശത്തെ നഗരത്തിന്റെ ശ്വാസകോശം എന്ന് പറയുമ്പോൾ ഇപ്പൊ പരിഹസിക്കപ്പെടുക ചെയ്യാം. പക്ഷെ നഗരത്തിനകത്ത് ഇത് എന്ത് എഫക്റ്റാണ് ഉണ്ടാക്കുക? അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണ്ടേ? അതെ, തീർച്ചയായിട്ടും. അത് നമുക്ക് സാധ്യമായിട്ടുള്ള ഏരിയയിൽ ഗ്രീൻ സ്പേസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്. ഇതിന്റെ മൊത്തം പരിഹരിക്കുക എന്നുള്ളതല്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് കണ്ടെത്തി അതിനെ കൂടുതൽ ഗ്രീനിങ്ങിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. ഇപ്പം ജപ്പാനിലൊക്കെ മിയാവാക്കി ടൈപ്പ് ഫോറസ്റ്റിന്റെ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ആ ലെവലിൽ ചെയ്തില്ലേ പോലും, കാരണം അതൊക്കെ ഒരു ഫോറസ്റ്റ് കൺസെപ്റ്റിലാണ്, ആ ലെവലിൽ പോലും ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഡെവലപ്മെന്റ് ഇല്ലാത്ത പൊതുസ്ഥലങ്ങളുണ്ടല്ലോ, നമ്മുടെ സ്വകാര്യ വ്യക്തികൾക്കല്ലാത്ത പൊതുസ്ഥലങ്ങൾ നമുക്ക് കൂടുതൽ ഗ്രീനിങ്ങിലേക്കൊക്കെ പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബിൽഡിങ്ങുകൾ, നമ്മുടെ ഗവൺമെന്റ് ബിൽഡിങ്ങുകൾ, സ്കൂളുകൾ, കോളേജുകൾ, ഗവൺമെന്റ് ഓഫീസുകൾ, ഇവിടെയെല്ലാം ഒരു ഗ്രീൻ പ്രോട്ടോക്കോളിലൂടെ നമ്മൾ ബിൽഡിംഗ് റൂൾസ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള ഈ ഒരു പ്രശ്നത്തെ ഒന്ന് ചെറിയ തണലേലും കിട്ടുമെന്നുള്ള ഒരു കഥ. അപ്പൊ മരം വെക്കുന്നത് എല്ലാത്തിനും ഒരു പരിഹാരം ഒന്നുമല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു മരത്തിന് ചെയ്യാവുന്ന ധാരാളം എക്കോസിസ്റ്റം സർവീസ് ഉണ്ട്. ഇപ്പം കോസ്റ്റൽ റീജിയനിൽ കണ്ടൽ കാടുകൾ, അപ്പം കണ്ടൽ കാടുകൾ പല പ്രദേശത്തും ഇപ്പം കണ്ടൽ കാടുകൾ കൂടുതൽ, നമ്മുടെ ഒരു 50% കണ്ടൽ ഏരിയ നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. പക്ഷെ വീണ്ടും നമ്മൾ പഞ്ചായത്തുകളുടെയും ഒക്കെ ഈ കോസ്റ്റൽ റീജിയനിലുള്ള പഞ്ചായത്തുകളുടെയും വെറ്റ്ലാൻഡ്സിലും ഒക്കെ ഈ കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ ഇത് നമുക്ക് വീണ്ടെടുക്കാമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് നമുക്കുള്ളത്. കാരണം ഇതൊരു സ്കെയിലപ്പ് ചെയ്യണമെന്നുള്ളതാണ്. വിദ്യാർത്ഥികളിലൂടെ ആയാലും സ്കൂളുകളിലൂടെ ആയാലും ഒക്കെ ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി സമൂഹത്തെ ബോധ്യപ്പെടുത്തി അവരുടെയും കൂടെ ഒരു പ്രശ്നമായിട്ട് മനസ്സിലാക്കി ഇതിൽ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി വരുന്ന വർഷങ്ങളിൽ ഇത് തുടരാനുള്ളൊരു സാധ്യതയെ പറ്റിയൊക്കെയുള്ള പ്രവചനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ സയന്റിഫിക് കമ്മ്യൂണിറ്റിന്റെ അകത്തു നിന്ന് തന്നെ. അല്ല, അത് ഇപ്പം നമ്മളിത് ഈ ഒരു സ്റ്റേജിൽ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഒരു കയറ്റോ ഇറക്കോ എന്തായാലും ഉണ്ട്. ഏറ്റവും ചൂട് കൂടിയ ഇതിന് മുമ്പുള്ളത്തെ വർഷം എന്ന് പറഞ്ഞാൽ 2016 16 കഴിഞ്ഞിട്ട് അതിനെ ക്രോസ് ചെയ്യാനായിട്ട് 9 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് അത് ബ്രേക്ക് അത്തരം. അപ്പം ഇത് ചൂട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ചൂട് കൂടി പോവാന്നുള്ളതല്ല. പക്ഷെ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ല എന്നുള്ളതാണ്. നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ഹീറ്റിംഗ് ഇപ്പം IPCC ഒക്കെ പറയുന്നതനുസരിച്ച് IPCCയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 1888 IPCC ഉണ്ടായത്. അതിനുശേഷം 1990 IPCCയുടെ ഒന്നാം അവലോകന റിപ്പോർട്ട് വന്നത്. ആ അവലോകന റിപ്പോർട്ടാണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. അതിൽ പറഞ്ഞത് 30 വർഷത്തിന് ശേഷം 1990 ശേഷം 30 വർഷം അല്ലെങ്കിൽ 30 വർഷം കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത് IPCC. അത് ആ അവസ്ഥയിൽ നമ്മൾ ഇന്ന് ആ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുകയാണല്ലോ. അപ്പൊ ആ ഒരു ഇത് സയന്റിഫിക് കമ്മ്യൂണിറ്റി അതിനുള്ള വാണിംഗ് നേരത്തെ തന്നെ 30 വർഷം മുമ്പേ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബേസിലാണ് ഈ ക്യോട്ടോ പ്രോട്ടോകോളും ഒക്കെ വന്നത്. അത് എമിഷൻ ഒരു 5% 1990 ലെവലിനേക്കാളും കുറയ്ക്കണമെന്ന് പറഞ്ഞു. 2012 ആയിരുന്നു ആദ്യമേ സെറ്റ് ചെയ്തത്. അതിൽ നടന്നില്ല. പിന്നെ അത് 15 മാറ്റി. 15 നടന്നിട്ട് 24 മാറ്റി. 24 നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ 15 നമ്മൾ 15 വന്നപ്പോഴത്തേനും നമ്മൾ പാരീസ് എഗ്രിമെന്റിലേക്ക് വന്നു. ക്യോട്ടോ പ്രോട്ടോകോളിൽ നിന്ന് നമ്മൾ പാരീസ് എഗ്രിമെന്റിലേക്ക് വന്നു. പാരീസ് എഗ്രിമെന്റിലേക്കും വന്നപ്പോഴത്തേനും നമ്മുടെ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള ലിമിറ്റാണ് സെറ്റ് ചെയ്തത്. 2 ഡിഗ്രി 1.5 to 2 ഡിഗ്രി. അതിനുശേഷമാണ് ലോകവ്യാപകമായിട്ടുള്ള വേറെ കുറെ ഈ തീവ്രമായിട്ടുള്ള കാലാവസ്ഥാ സംഭവങ്ങൾ അരങ്ങേറുന്നത്. പിന്നീട് റിയലൈസ് ചെയ്തിട്ടാണ് 2018 ഇത് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, 1.5 ഡിഗ്രി തന്നെ പിടിച്ചു നിർത്തണമെന്ന്, ആ ഒരു ലിമിറ്റ് നിർത്തണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ വർഷം സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 മാസങ്ങളിൽ ആ മാസത്തെ ശരാശരി താപനിലയെക്കാളും 1.5 ഡിഗ്രി കൂടുതൽ ഗ്ലോബൽ ടെമ്പറേച്ചർ ഉയർന്നു എന്നുള്ളതാണ് പല ഡേറ്റാസും ഇപ്പം പുറത്തു വരുന്നുണ്ട്.
നമ്മുടെ ആ 1.5 ഡിഗ്രി നിർത്താം. നമ്മൾ 1.5 ഡിഗ്രി പ്രതീക്ഷിക്കുന്നത് 2035-നും 40-നും ഇടയ്ക്കാണ് പ്രൊജക്ട് ചെയ്തിരുന്നത് 1.5 ഡിഗ്രി ക്രോസ് ചെയ്യുമെന്ന്. പക്ഷേ 24 സംഭവിച്ചു. അതാണ് നമ്മുടെ പ്രൊജക്ഷനേക്കാളും നേരത്തെ മുന്നേ തന്നെ ഇതിലേക്ക് പ്രൊജക്ഷൻ പറയുമ്പോൾ ഇത് 2100 2 ഡിഗ്രി കൂടുമെന്ന് നമ്മൾ പ്രൊജക്ഷൻ പറയുമ്പോൾ അതിനെ ആ ഒരു 2 ഡിഗ്രി ഇനിയും കിടക്കുന്നത് 70 വർഷം എന്നുള്ളത്. പക്ഷെ 2035-നും 40-നും ഇടയ്ക്കാണ് നമ്മൾ 1.5 ഡിഗ്രി കൂടുമെന്ന് പ്രൊജക്ട് ചെയ്തിരുന്നത്. അതിനേക്കാളും എത്രയോ മുമ്പ് 10 വർഷം മുമ്പേ തന്നെ അത് റിയലൈസ് ചെയ്തു. അപ്പോൾ ആ അവസ്ഥയാണ്. അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ചില മാസങ്ങളിൽ 1.5 ഡിഗ്രി കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഇയർ മൊത്തം 1.5 ഡിഗ്രി നിലനിൽക്കണമെന്നില്ല. അപ്പം പെർമനന്റ് ആയിട്ട് ആ 1.5 ഡിഗ്രിയിലേക്ക് വരണമെങ്കിൽ ചിലപ്പോൾ ഒരു 3-4-5 വർഷം കൂടെ എടുക്കും. പക്ഷേ അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത്. അത് റിയലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പറയുന്നതല്ല, ഞാൻ പറയുന്നതല്ല, ഇത് ഡേറ്റ പറയുന്ന സാധനമാണ്. നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡേറ്റ സെറ്റിലൂടെ പറയുന്ന, ഒബ്സർവേഷനിലൂടെ പറയുന്ന സംഭവം നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കോസ്റ്റൽ ഏരിയ ആണല്ലോ കൂടുതൽ, അങ്ങനത്തെ പ്രദേശമാണല്ലോ കേരളം. അപ്പോൾ ഈ ചൂട് കൂടുകയും സീ ലെവൽ കൂടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ തീരം എടുത്തു പോവുക കോസ്റ്റൽ ഏരിയനെ ഭീകരമായിട്ട് ബാധിക്കും എന്നാണല്ലോ സ്റ്റഡീസ് പറയുന്നത്. അതിന്റെ ഒരു ടൈം സ്പാൻ എങ്ങനെയായിരിക്കും? അത് ഭയപ്പെടുത്താൻ പറയുന്നതല്ല, പക്ഷെ എന്നാൽ പോലും അതിന്റെ ഒരു സാധ്യത വലുതല്ലേ? അത് തീർച്ചയായിട്ടും അത് ഗ്ലോബലി ഉള്ള ഒരു വിഷയമാണ്. സീ ലെവൽ റൈസ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെയോ അല്ലെങ്കിൽ ഇന്ത്യയോ മാത്രം ബാധിക്കുന്ന എല്ലാ ഐലൻഡ് കൺട്രീസും കോസ്റ്റൽ റീജിയനിലും ഒരേപോലെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. കാരണം കോസ്റ്റിന്റെ സ്ട്രക്ചർ, മോർഫോളജി ഒക്കെ വെച്ചിട്ട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നല്ലോ. പക്ഷെ അതർവൈസ് പ്രൊജക്റ്റഡ് ഇപ്പം സീ ലെവൽ റൈസ് ചെയ്യുന്നത് ഒരു 3 മില്ലിമീറ്റർ പെർ ഇയർ എന്നുള്ള ഒരു ആവറേജ് റേറ്റിലാണ് റൈസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒരു 2100 ആകുമ്പോഴേക്കും ഒരു 50 സെൻറ്റിമീറ്ററിന് 80 സെൻറ്റിമീറ്ററിനും ഇടയ്ക്ക് റൈസ് ചെയ്യുമെന്നാണ്. ഒരു 1 മീറ്റർ 1/2 മീറ്ററോളം പൊതുവേ റൈസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഇന്തോനേഷ്യ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജക്കാർത്തയിൽ നിന്ന് ബോർണിയയിലേക്ക് തലസ്ഥാനം മാറ്റി. അതുപോലെ തന്നെ പല ഐലൻഡ് നേഷൻസിലും ആ ഒരു രീതിയിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഉള്ളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു റിയാലിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ സീ ലെവൽ റൈസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊജക്ഷൻസും ഈ രീതിയിലാണ്. മാക്സിമം ഒരു 0.5 മീറ്റർ 50 സെൻറ്റിമീറ്റർ ആണ് പറയുന്നതെങ്കിൽ ഗ്ലോബൽ ആവറേജ് ആണത്. പക്ഷേ പല പ്രദേശത്തും അത് പല രീതിയിലായിരിക്കും. പല പ്രൊജക്ഷൻസ് ഒക്കെ കാണിക്കുന്നത് നമ്മുടെ കൊച്ചി അല്ലെ പല മേഖലയിലും വെള്ളത്തിനടി ആകും എന്നുള്ള പ്രൊജക്ഷൻസ് ഒക്കെ വരുന്നത്. പക്ഷെ അത് പെർമനന്റ് ആയിട്ട് ആകും എന്നുള്ളതല്ല. ഇപ്പം നമ്മൾ ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് 0.5 കൂടി അല്ലെങ്കിൽ 50 സെൻറ്റിമീറ്റർ കൂടി. ഈ അവസരത്തിൽ ഒരു സൈക്ലോണ് അല്ലെങ്കിൽ സ്റ്റോം സർജ്, നമ്മളിപ്പോൾ അറിയാമല്ലോ ടോക്ടേ 2023 വന്നപ്പോഴാണ് ടോക്ടേ ഏതാണ്ട് 100-200 കിലോമീറ്റർ ദൂരെ കൂടാണ് കേരളത്തിൽ നിന്ന് പോയത്. ആ സമയത്താണ് ചെല്ലാനം വൈപ്പിൻ ഏരിയയിൽ ഏറ്റവും വലിയ കടലേറ്റം ഉണ്ടായത്. അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഈ പറഞ്ഞ പോലെ സ്ട്രക്ചറൊക്കെ ഇപ്പം വന്നത്. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം 0.5 സെൻറ്റിമീറ്റർ എന്ന് അല്ലെ 50 സെൻറ്റിമീറ്റർ ഗ്ലോബൽ വാർമിംഗ് കൊണ്ടുണ്ടാകുന്ന സീ ലെവൽ റൈസ്, അതിനോടൊപ്പം തന്നെ ഒരു സൈക്ലോണോ അല്ലെങ്കിൽ സ്റ്റോം സർജോ, ഇപ്പം കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്ന വിഷയം വരുന്നു, സ്പ്രിംഗ് ടൈഡ്, നമ്മൾ വേലിയേറ്റം വരുന്ന അവസരം, ഇതെല്ലാം കൂടെ ഒന്നിച്ചു വരുന്ന ഒരു അവസ്ഥ എന്നാലോചിച്ച് നോക്ക്. അതിനാണ് പറയുന്നത് എക്സ്ട്രീം സീ ലെവൽ റൈസ്. അതായത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഗ്ലോബൽ വാർമിംഗ് കൊണ്ടുണ്ടാകുന്ന സീ ലെവൽ റൈസിൻ്റെ പുറത്ത് ആണ്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 സെൻറ്റിമീറ്റർ യഥാർത്ഥത്തിൽ ആ എക്സ്ട്രീം സീ ലെവൽ കണ്ടീഷൻ വരുമ്പം ഈ 50 സെൻറ്റിമീറ്ററിനോട് കൂടി ഒരു 1.5 മീറ്ററൂടെ ചിലപ്പം ഉയരും. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് കോസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന, പ്രത്യേകിച്ചും സീ ലെവലിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ ഈ പറഞ്ഞ പോലെ ആ അവസരങ്ങളിൽ വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യതയാണ് പറയുന്നത്. അത് നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. അപ്പം പൊതുവേ 600 കിലോമീറ്ററുള്ള കേരളത്തിൻ്റെ കോസ്റ്റൽ റീജിയൻ, ഇപ്പം ഇന്ത്യയുടെ തന്നെ 10,000 കിലോമീറ്റർ കോസ്റ്റൽ റീജിയൻ ആണല്ലോ. എല്ലാ ഇന്ത്യൻ കോസ്റ്റൽ മേഖലയും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ സീ ലെവൽ റൈസ്. ഗൾഫിൽ ഇപ്രാവശ്യം ഒരു വലിയ ഫ്ലഡ് ഉണ്ടായല്ലോ, അതിന്റെ യഥാർത്ഥത്തിലുള്ള കാരണം എന്താ? എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്? അല്ല, അത് എന്താ പറയുക, അതിൻ്റെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്ന ഒരു മെഡിറ്ററേനിയൻ സീയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേവ്സ് ആണ് ഇങ്ങനെ വന്നിട്ട്, യഥാർത്ഥത്തിൽ അത്തരം പശ്ചിമവാദങ്ങളാണ് നമ്മുടെ ഡൽഹിയിലും ഒക്കെ മഴ പെയ്യിപ്പിക്കുന്നത്.
ചില അവസരങ്ങളിൽ ഡൽഹിയിലും ഒക്കെ അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുന്ന അത്തരം പശ്ചിമവാദങ്ങളാണ്. അപ്പോൾ ഇത് ചില അവസരങ്ങളിൽ ഈ പശ്ചിമവാദങ്ങൾ നമ്മൾ ട്രോപ്പിക്കൽ സർക്കുലേഷനുമായിട്ട് നമ്മുടെ ഉഷ്ണമേഖലയിലെ, മറ്റേത് ശീതോഷ്ണ മേഖലയിൽ നിന്ന് വരുന്ന കാറ്റാണ്, അത് ഉഷ്ണമേഖലയിലെ കാറ്റുമായിട്ട് ഉള്ള ഇൻട്രാക്ഷൻ, അപ്പോൾ അറബിക്കടലിലെ കാറ്റുമായിട്ട് ആ കാറ്റ് ഇൻട്രാക്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പം പണ്ട് നമ്മുടെ ഉത്തരാഖണ്ഡിലുണ്ടാകുന്ന ഇവൻസും ട്രോപ്പിക്കൽ സർക്കുലേഷനും മിഡ് ലാറ്റിറ്റ്യൂഡിൽ നിന്ന് വരുന്ന ഇത്തരം സർക്കുലേഷനും കൂടെ ഒരു യോജിച്ച് വരുമ്പം ഉണ്ടാകുന്ന വലിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങളാണ് ഈ പറഞ്ഞ പോലെ അതിതീവ്ര മഴയായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രവചിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ അത്രയ്ക്ക് മുന്നേറി എന്നുള്ളതാണ്. നമ്മൾ ഇത്തരം അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥാ സംഭവങ്ങൾ നമുക്ക് പ്രവചിക്കാൻ സാധിക്കുന്നു. ഇത്തരം മഴയൊക്കെ 1-2 ദിവസം മുമ്പേ തന്നെ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു നാച്ചുറലായിട്ടുള്ള കാലാവസ്ഥ വ്യൂഹത്തിൻ്റെ പാർട്ടായിട്ടുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, അതായത് ഈ ഇത്തരം വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും, അതിൻ്റെ തരംഗ ദൈർഘ്യത്തോടൊപ്പം തന്നെ അതിൻ്റെ ഉയർച്ച, അതായത് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അത് കൂടും. ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഇപ്പം ആർട്ടിക്കിലെ മഞ്ഞുരുകുന്നതും ഒക്കെ ഇതിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അപ്പം കൂടുതൽ അത്തരം വ്യൂഹങ്ങൾ ഈ മിഡ് ലാറ്റിറ്റ്യൂഡിലൂടെ മാത്രം കണ്ടിരുന്നത് കൂടുതൽ സൗത്തിലേക്ക്, ട്രോപ്പിക്സിലേക്ക് ഇൻട്രൂഡ് ചെയ്യും. അത് ആംപ്ലിറ്റ്യൂഡ് കൂടുന്ന അവസ്ഥ വരും. അപ്പം അതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനവും അല്ലെങ്കിൽ ആ ഗ്ലോബൽ വാർമിങ്ങും ഒക്കെ ഇതിനെ മുമ്പേ പറഞ്ഞ പോലെ ഇതിനെ കുറച്ചുകൂടെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ കൃത്രിമ മഴ പെയ്യിക്കുന്ന സംവിധാനങ്ങളുണ്ടല്ലോ, ക്ലൗഡ് സീഡിങ് പരിപാടികളൊക്കെ, അങ്ങനെ ചെയ്യുന്നത് ഏത് തരത്തിലാണ് ഇതിനെ എഫക്ട് ചെയ്യുക? പൊതുവെ കാലാവസ്ഥ എങ്ങനെയാണ് എഫക്ട് ചെയ്യുക? അഡ്വേഴ്സ് എഫക്റ്റ് ആണോ ഉണ്ടാവുക? അല്ല, അത് ഈ കൃത്രിമ മഴ പെയ്യിക്കുന്നത് അത്തരം പൊട്ടൻഷ്യലായിട്ടുള്ള ഈ മഴ ലഭിക്കാത്ത ഏരിയയിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ദുബായിൽ കൃത്രിമ മഴ പെയ്യിച്ചത് കൊണ്ടല്ല യഥാർത്ഥത്തിലുണ്ടായത്. മനസ്സിലായില്ല. ഇത് നേരത്തെ കൃത്രിമ മഴ പെയ്യിച്ചുണ്ടാകുന്ന ഒരു സിസ്റ്റത്തെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നാച്ചുറലായിട്ടുള്ള സിസ്റ്റത്തെ മാത്രമേ നമുക്ക് കാലാവസ്ഥ മാതൃകകൾ വെച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതും കൊണ്ടുകൂടെ നമുക്ക് പറയാം കൃത്രിമ മഴ കൊണ്ടുണ്ടായതല്ല എന്ന്. കാരണം അത് നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ലാത്ത ഒരു സാധനമാണല്ലോ. അതിൽ വരത്തില്ല, നമ്മുടെ മോഡൽസിലൊന്നും അതിന്റെ എഫക്റ്റ് വരത്തില്ല. അപ്പം കൃത്രിമ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും മഴ കിട്ടാത്ത സ്ഥലത്ത് എന്നാൽ മേഘരൂപീകരണം പൊട്ടൻഷ്യലായിട്ടുള്ള മഴ കിട്ടുന്ന തരത്തിലുള്ള മേഘങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് മേഘങ്ങൾ ഉണ്ടായി അതിൽ നിന്ന് മഴ കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കൃത്രിമ മഴ കൊണ്ട് നമ്മൾ. അതിൽ ഈ ക്ലൗഡ് കണ്ടൻസേഷൻ ന്യൂക്ലിയസ് എന്ന് പറയുന്ന സിൽവർ അയഡൈഡ്, സോഡിയം ക്ലോറൈഡ് എന്നൊക്കെ പറയുന്ന ഇത്തരം ന്യൂക്ലിയസ്, ഈ CCN എന്ന് പറയും, ഇത്തരം ന്യൂക്ലിയസ് ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ താഴേന്ന് ഇജക്ട് ചെയ്ത് വിട്ടിട്ടാണ് ഇത് സാധ്യമാക്കുന്നത്. അപ്പൊ അതിന്റെ എഫിഷ്യൻസി നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ ദുബായിൽ പല ആൾക്കാരും പറയുന്നത് ദുബായിൽ ഇപ്പം മഴ പെയ്തത് ക്ലൗഡ് സീഡിങ് കൊണ്ടാണെന്ന് പറയുന്നവരുണ്ട്. ഇതിനിടയ്ക്ക് ആരെങ്കിലും കൊണ്ടുപോയി ക്ലൗഡ് സീഡിങ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷെ ആ ക്ലൗഡ് സീഡിങ് ഇല്ലേലും ആ മഴ അവിടെ കിട്ടുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പം ക്ലൗഡ് സീഡിങ് ഇല്ലാതാണ് നമ്മുടെ മോഡൽസിലൊക്കെ ആ മഴ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പം ക്ലൗഡ് സീഡിങ് അതിനെ ചിലപ്പോൾ അഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതില്ലേലും ആ മഴ അവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. ക്ലൗഡ് സീഡിങ്ങിന്റെ ഇമ്പാക്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിലും മഴ ഒട്ടും പൊട്ടൻഷ്യലായിട്ട് മഴ പെയ്യാൻ സാധ്യതയില്ലാത്ത ക്ലൗഡുണ്ട്. അപ്പം അത്തരം ക്ലൗഡുകളെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലൗഡുകളുണ്ട്, അതിനെ മഴ പെയ്യാനുള്ള പൊട്ടൻഷ്യലിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനമാണ് ക്ലൗഡ് സീഡിങ്. അപ്പോൾ മഴയില്ലാത്ത ഒരു സാഹചര്യത്തിൽ അത് ചെയ്താൽ മാത്രമേ അതുകൊണ്ടാണ് മഴ കിട്ടിയതെന്ന് നമുക്ക് പ്രയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനത്തെ ആൾക്കാർ കുറേ പേര് പറയുന്നുണ്ട്. എൻ്റെ അടുക്കലും ഇത്തരം 1-2 പേര് വന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും മഴ വിറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൊണ്ടുപോയ എക്സ്പെരിമെന്റ് നടത്തിയിട്ട് അത് പറ്റത്തില്ലെന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഇവർ ക്ലെയിം ചെയ്യുവേ ഇതുകൊണ്ടാണ് മഴ പെയ്തിരുന്നത്. അപ്പം നമ്മൾ ഒരു ദിവസം മഴ ഒട്ടും ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ദിവസം തിരഞ്ഞെടുത്തിട്ട് അവരെ കൊണ്ട് എക്സ്പെരിമെന്റ് നടത്തിച്ച് അന്ന് മഴ കിട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഇത് തിയറി തെറ്റാണെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് അതിന്റെ ഒരു ഇത്. അല്ല, ഈ അവിടെ ഫ്ലഡ് ഉണ്ടായ സമയത്ത് ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നല്ലോ. അത് ക്ലൗഡ് സീഡിങ് ഇല്ലേലും ആ ഫ്ലഡ്, കാരണം അത് പ്രവചിച്ചിരുന്ന മോഡൽസിലൊക്കെ ഈ നാച്ചുറൽ ആയിട്ടുള്ള വേരിയബിലിറ്റിയെ ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഈ അന്തരീക്ഷ മാതൃകകളുണ്ടല്ലോ, അതിൽ ഈ നാച്ചുറൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കൃത്രിമമായിട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അത് പിടിക്കത്തുള്ളൂ. അപ്പൊ അത് വെച്ചാണ് നമ്മുടെ പ്രോഗ്രാം അങ്ങനെയാണ്. അതിന്റെ ഇക്വേഷൻസും ഫിസിക്സും ലോസും എല്ലാം അങ്ങനെയാണ്. കൃത്രിമമായിട്ടുള്ളത് അത് പിടിക്കില്ല. അതേപോലെ
ഈ ആന്റി സൈക്ലോൺ സർക്കുലേഷൻ എന്നുള്ള ഒരു സംഭവം അതെന്താ ശരിക്കും സംഭവം? അത് ഈ ആന്റി സൈക്ലോണിക് സർക്കുലേഷൻ യഥാർത്ഥത്തിൽ എല്ലിനോ വരുന്ന സമയത്ത് പലരും പറയുന്നത് എല്ലിനോ പസഫിക്കിലാണ് ഉണ്ടാകുന്നത്, കേരളം ചെറിയൊരു പ്രദേശമാണ്, അതുകൊണ്ട് എല്ലിനോയുടെ എഫക്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മുടെ ആ ഒരു കഴിഞ്ഞ കുറേ നാളത്തെ ആ ഒരു അനുഭവം വെച്ചിട്ട് എല്ലിനോ വരുന്ന സമയങ്ങളിൽ പൊതുവെ ഇന്ത്യൻ്റെ തെക്കൻ ഭാഗത്തും അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും അറേബ്യൻ സീയിലും ഒക്കെ ഈ ആൻറ്റി സൈക്ലോണിക് സർക്കുലേഷൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകുമെന്ന് പറയുന്നത്. ആൻറ്റി സൈക്ലോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോക്കിൻ്റെ ദിശയിൽ കറങ്ങുന്ന സർക്കുലേഷൻ, വിൻഡിൻ്റെ സർക്കുലേഷൻ, അതായത് സൈക്ലോണിക് ആയിട്ടുള്ള മീൻസ് ക്ലോക്ക് വൈസ് ആയിട്ടുള്ള സർക്കുലേഷനാണ് ആൻറ്റി സൈക്ലോണിക് സർക്കുലേഷൻ. അപ്പോൾ അവിടെ അതിമർദ്ദ മേഖലയായിരിക്കും. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിൽ നിന്ന് വായു താഴോട്ട് വന്ന് കംപ്രസ്ഡ് ആകുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് വായു കംപ്രസ് ചെയ്തിട്ട് ഈ ആൻറ്റി സൈക്ലോണിക് സർക്കുലേഷനിൽ നിന്നാണ് ഈ വായു ഡൈവേർജ് ചെയ്തു പോകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കംപ്രസ് ആയിട്ട് ഡൈവേർജ് ചെയ്യുന്ന വായുവിന് കംപ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ഏത് സാധനവും ഏത് എയർ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചൂടാകും. അപ്പം ആ ചൂടാകുന്ന വായുവാണ് ഡൈവേർജ് ചെയ്ത് പോകുന്നത്. അപ്പം ഈ ആന്റി സൈക്ലോണിയൽ സർക്കുലേഷനിൽ നിന്ന് വരുന്ന വായു എപ്പോഴും ചൂട് കൂടിയതായിരിക്കും. അപ്പം ഈ മേഖലയിൽ ആന്റി സൈക്ലോണിക് സർക്കുലേഷൻ നിലനിന്നതുകൊണ്ട് അപ്പം ചൂട് കൂടിയ വായു പ്രവാഹമായിരുന്നു ഈ സൗത്ത് ഇന്ത്യൻ റീജിയനിലും കേരളത്തിലും ഒക്കെ ആ ഒരു അതിൻ്റെ എഫക്റ്റ് ഈവൻ അറേബ്യൻ സീയുടെ പാർട്ടിലും എല്ലാം കണ്ടത്. അപ്പം മേളിൽ നിന്ന് താഴോട്ട് ഈ കാറ്റ് വരുന്നത് കൊണ്ട് ക്ലൗഡ് ഫോർമേഷൻ നടക്കത്തില്ല ആ മേഖലയിൽ. ക്ലൗഡ് ഫോർമേഷൻ നടക്കണമെങ്കിൽ താഴെ നിന്ന് മേളോട്ട് വായു പ്രവാഹം ഉണ്ടാകണം. അപ്പം അതാണ് ആൻറ്റി സൈക്ലോണിക് സർക്കുലേഷനും ഈ ഇത്തരം കാലാവസ്ഥാ സംഭവങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. എല്ലിനോ പസഫിക്കിൽ നിന്ന് വന്നല്ല ഇത് ചെയ്യുന്നത്. എല്ലിനോ കണ്ടീഷൻ അവിടെ ഉണ്ടാകുമ്പം ഇത്തരം ആൻറ്റി സൈക്ലോണിക് സർക്കുലേഷൻ ഉണ്ടാകുന്ന കുറേ റീജിയൻ ഉണ്ട്, അത് ഷിഫ്റ്റ് ചെയ്യും സോണലി. അതായത് ഒരു പ്രദേശത്ത് ആഫ്രിക്കയുടെ മണ്ടയ്ക്ക് ഉണ്ടാകുന്ന ഈ ആന്റി സൈക്ലോണിക് സർക്കുലേഷൻ ആ സമയത്ത് ചിലപ്പോൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ അറബിക്കടലിലേക്കും ഇന്ത്യയിലെ മണ്ടക്കേക്കും വരും. അപ്പൊ ആ ഒരു റീജിയണൽ ഷിഫ്റ്റ് ഉണ്ടാവും ഇതിന്റെ പൊസിഷനിങ്ങിന്. ഇത് എപ്പോഴും നിലനിൽക്കുന്ന ഒരു സർക്കുലേഷൻ ആണ്. ഇതിന്റെ ആന്റി സൈക്ലോണിക് റീജിയൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ മരുഭൂമികളുടെയൊക്കെ മുകളിലായിരിക്കും. ഈ എല്ലിനോ വരുന്ന സ്ഥലങ്ങളിൽ ഇതിനൊരു ചെറിയ ഷിഫ്റ്റിംഗ് വരും. അപ്പൊ ആഫ്രിക്കയുടെ മുകളിലുള്ള ആ ഒരു ആന്റി സൈക്ലോൺ ചിലപ്പം അറബിക്കടലിലേക്ക് വരും. നമ്മുടെ മാരിടൈം കോണ്ടിനെന്റ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട് പസഫിക്കിലെ വെസ്റ്റേൺ പസഫിക്കില്. അവിടെയാണ് സാധാരണ ക്ലൗഡ് ഉണ്ടാകുന്നത്. ഈ എല്ലിനോ വരുന്ന സമയത്ത് ഇത് മാറിയിട്ട് ഈസ്റ്റിലോട്ട് പോകും. അപ്പൊ ഇതെല്ലാം ഒരു റീഓറിയന്റേഷൻ നടക്കും. അങ്ങനെയാണ് എല്ലിനോ നമ്മുടെ റീജിയനിലെ മഴയെ അഫക്ട് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാൻ വേണ്ടി കൂടി ചോദിക്കണേ, ഈ എല്ലിനോ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? എല്ലിനോ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാരും പറയുന്ന ഒരു കോമൺ വേർഡാണ്. ഈ പ്രത്യേകിച്ച് ഈ വർഷം ചൂട് കൂടിയാനുള്ള പ്രധാന കാരണം എല്ലിനോ. പക്ഷെ എല്ലിനോ എങ്ങനെ നമ്മുടെ റീജിയനെ ചൂടാക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ റീജിയനെ ചൂട്. അപ്പൊ എല്ലിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പസഫിക്കിന്റെ ഈസ്റ്റേൺ പസഫിക്കിൽ സമുദ്ര താപനില പെറുവിൽ കോസ്റ്റിൽ സൗത്ത് അമേരിക്കയോട് ചേർന്ന് കിടക്കുന്ന സമുദ്രത്തിന്റെ താപനില കൂടുന്ന ഒരു അവസ്ഥയാണ് എല്ലിനോ എന്ന് പറയുന്നത്. അവിടെ സാധാരണ തണുത്ത സമുദ്രമാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഫിഷ് പ്രൊഡക്ടിവിറ്റി ഉള്ള സ്ഥലമാണ്. ഫിഷ് ഏറ്റവും കൂടുതൽ ക്യാച്ച് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് പെറുവിയൻ റീജിയനിലും മീൻസ് ഉള്ള മത്സ്യത്തൊഴിലാളികളാണ് 19-ാം നൂറ്റാണ്ടിൽ ഇതാദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഏകദേശം ഡിസംബർ മാസത്തിനടുത്താണ് ഈ അബ്നോർമലായിട്ട് ചൂട് കൂടുന്ന അവസ്ഥ വരുന്നത്. അതുകൊണ്ടാണ് അതിൽ ഉണ്ണിയേശു വരുന്ന രീതിയിൽ ഈ മറ്റേ എല്ലിനോ എന്ന് പറഞ്ഞാൽ സ്പാനിഷ് വേർഡ് അതാണ് അർത്ഥം. എല്ലിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റിൽ ബോയ് എന്നാണ്. അത് അങ്ങനെയാണ് അവർ അതിന് പേരിട്ടത്. അപ്പൊ ഇത് കണ്ടുപിടിച്ച യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികളാണ് അത്. പക്ഷെ അവരതിനെ എല്ലിനോ എന്നാണ് പേരിട്ടത്. അത് തന്നെയാണ് നമ്മുടെ സയന്റിഫിക് സമൂഹം അത് തന്നെയാണ് ഏറ്റെടുത്തത്. നേരെ മറിച്ച് ഇത് അബ്നോർമലായിട്ട് കൂൾ ചെയ്യുന്ന അവസ്ഥയാണ് ലാനിന. ഈ ഒരു ലാനിന കണ്ടീഷനാണ് ഈ പറഞ്ഞ പോലെ ഇപ്പൊ എല്ലിനോ കണ്ടീഷൻ മാറി ന്യൂട്രലായി. ഒരു ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴത്തേനും ലാനിന കണ്ടീഷന്റെ ഒരു പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും മറ്റ് അന്താരാഷ്ട്ര മാതൃകകളും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ലാനിന കണ്ടീഷൻ വരുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ ആന്റി സൈക്ലോണിക് സർക്കുലേഷൻ മാറിയിട്ട് സൈക്ലോണിക് സർക്കുലേഷൻ ആകും. അതിമർദ്ദ മേഖല മാറിയിട്ട് ന്യൂനമർദ്ദ മേഖലയായിട്ട് മാറും. അപ്പം താഴോട്ടുള്ള വായുപ്രവാഹത്തിന് പകരം മേളോട്ടുള്ള വായുപ്രവാഹം വരും. ആ മേഖലയിൽ കൂടുതൽ മഴ കിട്ടും. അപ്പൊ ഇതാണ് അതിന്റെ ഒരു സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലിനോ എന്ന് പറയുന്നത് സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ സമുദ്രത്തിന്റെ ആ റെസ്പോൺസ് കൊണ്ട് അന്തരീക്ഷത്തിന്റെ സർക്കുലേഷനിൽ ചംക്രമണത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് നമ്മുടെ മഴയും മറ്റും റിമോട്ടായിട്ട് ബാധിക്കുന്നത്.
ഈ എൽനിനോ ലാനിനോ സംഭവം ഉണ്ടല്ലോ, അത് എല്ലാ വർഷവും സംഭവിക്കുന്നതല്ലോ. അല്ല, എവരി ഒരു 4 to 5 year പീരിയോഡ് ഒരു സൈക്ലിക്കായിട്ട് സൈക്ലിക്കാണ് ഈ പീരീഡ്. ഇത് കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ഇത് യാതൊരു ബന്ധവുമില്ല. പക്ഷെ കാലാവസ്ഥാ വ്യതിയാനം ഈ പറഞ്ഞ പോലെ അഗ്രവേറ്റ് ചെയ്യും. അപ്പം പണ്ട് എല്ലിനോ വരുന്നതിനേക്കാളും കൂടുതൽ ഇമ്പാക്റ്റ് ആയിരിക്കും. പണ്ട് എല്ലിനോ വരുമ്പം ചില പ്രദേശം, ഞാൻ പറഞ്ഞില്ല, ചില പ്രദേശങ്ങൾക്ക് ചൂട് കൂടും. ഈ എല്ലിനോ കാരണം ചില പ്രദേശത്തിൽ അതിതീവ്രമായിട്ടുള്ള മഴയുണ്ടാവും. മനസ്സിലല്ലേ? അപ്പം മഴയുണ്ടാകുന്ന പ്രദേശങ്ങളിൽ അത് കൂടുതൽ മഴയെ തീവ്രമാക്കും. ചൂട് കൂടുന്ന പ്രദേശത്ത് അത് ചൂടിനെ കൂടുതൽ തീവ്രമാക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു ഈ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്ന കാരണം. ഈ പറഞ്ഞ പോലെ എല്ലിനോട് ആംപ്ലിറ്റ്യൂഡ്, മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നത്, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നത് കാരണം ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ഇൻറ്റൻസിറ്റി, നമ്മുടെ എക്സ്ട്രീംസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇൻറ്റൻസിറ്റി കൂടും. ഓക്കെ. ഇപ്രാവശ്യം മൺസൂൺ നേരത്തെ വരും എന്നുള്ള ഒരു പ്രവചനമുണ്ടോ? അങ്ങനെ ഇല്ലില്ല. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യഥാർത്ഥത്തിൽ മൺസൂൺ ഏപ്രിലെ പ്രവചനത്തിൽ മൺസൂൺ ഓൺസെറ്റിനെ പറ്റി അവർ പറയില്ല. അത് നമ്മൾ വായിക്കുന്നതിലെ പ്രശ്നമാണ്. ഒരിക്കലും മൺസൂൺ ഓൺസെറ്റ് ഏപ്രിലെ പ്രവചനത്തിൽ മെയ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ്, അല്ലെങ്കിൽ മെയ് സെക്കൻഡ് വീക്കോട് കൂടിയാണ് അവർ ഓൺസെറ്റിനെ പറ്റിയുള്ള പ്രവചനം നടത്തുന്നത്. പക്ഷേ ഈ സാഹചര്യങ്ങൾ, ഇപ്പം ആ പ്രവചനം നമ്മൾ വായിച്ചാൽ മനസ്സിലാകുന്നത് ഒരു മെയ് ലാസ്റ്റോട് കൂടി എന്താ പറയുന്നത്, ന്യൂനമർദ്ദങ്ങളും മറ്റും നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, ഈവൻ ബംഗാൾ ഉൾക്കടലിലും അറേബ്യൻ സീലുമായിട്ടുണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അപ്പം അത് മൺസൂണിനെ ഒന്ന് കുറച്ചുകൂടെ മുന്നേ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. പിന്നെ എല്ലിനോ സിറ്റുവേഷൻ പറയുന്നതുകൊണ്ട് നമുക്ക് പൊതുവെ പാൻ ഇന്ത്യയിൽ ഈ പ്രാവശ്യത്തെ മൺസൂൺ മഴ ശരാശരിയേക്കാളിലും ഉയർന്നത്, എന്നോ ശരാശരിയേക്കാളിലും കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഡ് ഉണ്ടാവും എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ശരാശരി കിട്ടുന്ന മഴയിലേക്കാളും കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. അത് 1-2 മാസത്തേക്ക് ചുരുങ്ങിയാൽ മാത്രമേ നമുക്ക് ഫ്ലഡ് സിറ്റുവേഷൻ, നമുക്കിപ്പം ശരാശരിയിൽ മഴ കുറഞ്ഞു നിൽക്കുന്ന വർഷങ്ങളിലും നമുക്ക് ഫ്ലഡ് ഉണ്ടാകാറുണ്ട്. അപ്പം മഴയെന്ന് പറയുന്ന ആ ഒരു സീസണിൽ കിട്ടുന്ന മഴയുടെ കാര്യം മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. മഴ സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ അതർവൈസ് ഈ എല്ലിനോ ന്യൂട്രൽ സിറ്റുവേഷനിലേക്ക് മാറുന്നതും ഒരു പോസിറ്റീവ് ഐഒഡിയുടെ സിറ്റുവേഷൻ കൂടെ പറയുന്നുണ്ട് ടുവേർഡ് സെക്കൻഡ് ഹാഫ്. ജൂൺ ജൂലൈ ഒക്കെ ഒരു പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളിൻ്റെ സാഹചര്യം കൂടെ ആ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റേൺ അറേബ്യൻ സീയിലെ ഈ പസഫിക്കിലെ കാര്യം പറഞ്ഞ പോലെ വെസ്റ്റേൺ അറേബ്യൻ സീയിലെ സമുദ്ര താപനില ഈസ്റ്റേൺ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ താപനിലയെക്കാളിലും കൂടുന്ന ഒരവസരമാണ് ഈ പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഓഷ്യനിലുള്ള ഒരു എല്ലിനോ പോലുള്ള ഒരു മിനിയേച്ചർ, ചെറിയൊരു എല്ലിനോയുടെ ചെറിയൊരു സാധനം. പക്ഷെ അത് കാരണം നമുക്ക് അറബിക്കടലിലും ഈ പറഞ്ഞ പോലെ വെസ്റ്റ് കോസ്റ്റിലും ഒക്കെ മഴ പെയ്യിക്കാനുള്ള ഒരു ഫേവറബിൾ സിറ്റുവേഷനാണ് പോസിറ്റീവ് IOD എന്ന് പറയുന്നത്. 2019 പോസിറ്റീവ് IOD ആയിരുന്നു. അന്ന് 8-9 ന്യൂനമർദ്ദങ്ങളും സൈക്ലോണുകളാണ് അറബിക്കടലിൽ തന്നെ ഉണ്ടായത്. അന്നാണ് കവലപ്പാറ പുത്തുമല 2019 ഓഗസ്റ്റിലാണ് ഉണ്ടായത്. അപ്പൊ ഇങ്ങനെ കുറച്ച് ലിങ്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം അത് ഉണ്ടാകണമെന്ന് നമുക്ക് ഒരിക്കലും ഇത്തരം അതിതീവ്ര മഴയും അല്ലെങ്കിൽ ചുഴലിക്കാറ്റുകളൊക്കെ നമുക്കൊരു 2 ആഴ്ച മുമ്പൊക്കെ അതിന്റെ സാധ്യതയെ പറ്റി പറയാൻ പറ്റുകയുള്ളൂ. അതർവൈസ് നല്ലൊരു മഴക്കാലമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാലാവസ്ഥ നമ്മളെ ഒരു നല്ലൊരു മഴക്കാലമാണ് ഈവൻ മെയ് ലാസ്റ്റ് വീക്ക് തൊട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്റ്റേറ്റിൻ്റെ ഒരു പോളിസി മേക്കിംഗ് സംഗതികളെല്ലാം മാറേണ്ട ഒരു കാലമായി. നമ്മൾ ഇങ്ങനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്തിട്ടല്ല കാര്യങ്ങളെ കാണേണ്ടത്. കാലാവസ്ഥേനെ, അതിർത്തിനെ, സമുദ്രത്തേനെയും കരയിനെയൊക്കെ സമഗ്രമായൊരു വീക്ഷണം ഗ്ലോബലി തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ പോളിസി മേക്കിംഗ് ക്രിയേറ്റീവായിട്ട് സാധ്യമാവുള്ളൂ. പക്ഷെ നമ്മൾ അത് വേണ്ട രീതിയിൽ അല്ല എന്നുള്ളത് വേണം വിലയിരുത്താൻ വേണ്ടിയിട്ട്. എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ ഒരു സ്റ്റേറ്റ് ലെവലിൽ തന്നെ കാലാവസ്ഥയെ കേന്ദ്രീകരിച്ചിട്ട് മാറേണ്ടത്? ഒപ്പം തന്നെ മീഡിയയും ഇപ്പൊ വെറുതെ ഒരു എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുന്ന റിപ്പോർട്ടിങ്ങിനെക്കാട്ടിലും അപ്പുറത്തെ ഒരു അവയർനെസ് എന്നുള്ള രീതിയിലൊക്കെ എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടതെന്ന് തോന്നിയിട്ടുള്ളത്? അല്ല, പൊതുവേ നമ്മളിതിനെ പ്രാദേശികമായിട്ട് ആണല്ലോ നമുക്ക് ഇതിന് സൊല്യൂഷൻ വേണ്ടത്. അതെ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായിട്ട് എടുത്ത് നമ്മൾ അതിന് സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ പ്രാദേശികമായിട്ട് തന്നെ പോളിസിയിൽ മാറ്റങ്ങൾ ഉണ്ടാകണം.
അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും കാലാവസ്ഥാ വ്യതിയാനം ഞാൻ മുമ്പേ സൂചിപ്പിച്ചത് ദുരന്തം മാത്രമല്ല കാലാവസ്ഥാ വ്യതിയാനമായിട്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞാൽ ലൈഫ് ആൻഡ് ലൈവ്ലിഹുഡ് എന്നുള്ളതാണ്. ജീവനും ജീവനോപാധിക്കും ഉണ്ടാകുന്ന വിഷയങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിന് പലതരം ഫ്രെയിം വർക്കുകളുണ്ട്. ഇപ്പം റിസ്ക് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട റിസ്ക് എന്ന് പറഞ്ഞാൽ ഈസ് എ ഫങ്ഷൻ ഓഫ് ഹസാഡ്, അപകടങ്ങൾ, കാലാവസ്ഥ അപകടങ്ങൾ, എക്സ്പോഷർ ആൻഡ് വൾണറബിലിറ്റി. അവിടെയാണ് പ്രശ്നം. റിസ്ക് ഈ ഹസാഡ് ഇപ്പം അതിനെ ഒരു നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിലാണ് നമ്മളതിനെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ എങ്ങനെ നമുക്ക് ഈ റിസ്ക് കുറയ്ക്കാം, ഓരോ പ്രദേശത്തുണ്ടാകുന്ന ഈ അപകട സാധ്യതകൾ എങ്ങനെ കുറയ്ക്കാം. ഹസാഡ് നമുക്ക് എന്തായാലും പിടിച്ചു നിർത്താൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ സൈക്ലോൺ ഉണ്ടാകുന്നതും കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ ഇടിമിന്നലായിരിക്കും. അടുത്ത ഒരാഴ്ച കഴിയുമ്പോഴത്തേന് ചൂട് മാറിയിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇടിമിന്നൽ കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളെ പറ്റിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ നമ്മൾ മൺസൂൺ കൊണ്ടുണ്ടാകുന്ന ചെറിയ ചെറിയ ഫ്ലഡിനെ പറ്റിയോ അല്ലെങ്കിൽ സൈക്ലോൺ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കും നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇത് ഇവോൾവിംഗ് ആണ്. നമ്മുടെ ഈ അപകട സാധ്യത ഹസാഡ് എന്ന് പറയുന്നത് ഇവോൾവിങ്ങും ഡൈനാമിക്കുമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. ഇതിനെ പക്ഷേ നമുക്കൊരു ആക്ഷനബിൾ ലീഡ് ടൈമിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് മോണിറ്റർ ചെയ്യാൻ പറ്റും. പ്രെഡിക്റ്റ് ചെയ്യാനുള്ള സംവിധാനം എല്ലാം സംവിധാനം ഏറെക്കുറെ ഇത്തരം സൈക്ലോണുകളെ പ്രെഡിക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉഷ്ണതരംഗങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള നമ്മൾ മെച്ചപ്പെട്ട സംവിധാനം. ഇടിമിന്നലിനെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പേ ഒക്കെ നമുക്ക്, കാരണം അത് അത്രയ്ക്കോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം അത് മഴ പെയ്യുന്ന പോലെ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ഇന്ന സ്ഥലത്ത് തന്നെ പോയി സ്ട്രൈക്ക് ചെയ്യുന്നത് വേറെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അത് ലോകത്ത് ഒരു സ്ഥലത്തും ഇടിമിന്നലിനെ അത്ര ആക്യുറേറ്റ് ആയിട്ട് അതിന്റെ സാധ്യതകൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. വലിയൊരു മേഘങ്ങളുണ്ടെങ്കിൽ ആ ഇടി ഏശുന്നത് ഏതെങ്കിലും ഒറ്റ വീട്ടിലായിരിക്കും. മനസ്സിലായി? നമുക്കൊരു അതാണ് റീജിയനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അത് ഈ ക്ലൗഡി എന്നാണല്ലോ ഇടിമിന്നൽ ഉണ്ടാകുന്ന മേഘങ്ങളുടെ സാധ്യത നമുക്ക് പറയാൻ പറ്റും. ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ മുമ്പേ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അർത്ഥത്തിൽ അതുപോലും ഭയങ്കര എഫക്റ്റീവാണ്. ആ സമയത്ത് നമ്മൾ പുറത്തിറങ്ങാതിരിക്കുക, നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, പറഞ്ഞ പോലെ പെരപ്പുറത്ത് തുണിയെടുക്കാൻ പോകാതിരിക്കുക, നമ്മുടെ വളർത്തുമൃഗങ്ങളെ പുറത്ത് കെട്ടാതിരിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ്. അപ്പം ഈ ഹസാഡിനെ നമുക്ക് മുൻകൂട്ടി അറിയുന്ന സംവിധാനങ്ങൾ നമുക്ക് വികസിപ്പിക്കാൻ പറ്റും. പിന്നീട് ഈ വൾനറബിൾ എക്സ്പോഷറാണ്. എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള എക്സ്പോഷർ അല്ലെങ്കിൽ ജിയോഗ്രാഫിക് ആയിട്ടുള്ള എത്രത്തോളം അസറ്റ് അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർ, എത്രത്തോളം പ്രോപ്പർട്ടീസ് ഇത്തരം അപകടങ്ങളെ എക്സ്പോസ്ഡ് ആണ്. അതാണ് എക്സ്പോഷർ. അപ്പോൾ ടോട്ടൽ റിസ്ക് കുറയ്ക്കണമെങ്കിൽ നമുക്ക് അപകടങ്ങളെ മുൻകൂട്ടി കണ്ട് ജീവന്റെ ആ ഒരു ഇത് നമുക്ക് എന്താ പറയുക, ജീവൻ നഷ്ടപ്പെടുന്നത് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. അതോടൊപ്പം പ്രോപ്പർട്ടിയും ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും അപകടങ്ങളെ മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അതൊരു ഫാക്ടർ. 2 എക്സ്പോഷർ കുറയ്ക്കാൻ പറ്റും. അപ്പം അവിടെയാണ് ഈ ഇൻജസ്റ്റിസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. പല ഇത്തരം പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശങ്ങളിൽ പോയി സെറ്റിൽ ചെയ്തിട്ടുള്ള ആൾക്കാർ അവരുടെ എന്താ പറയുന്നത് ആ ഒരു ഡിസിഷൻ കൊണ്ട് മാത്രം പോയി ചെയ്യുന്നത് ദുസ്സഹമായ സാഹചര്യത്തിൽ പോയി താമസിക്കുന്ന ആൾക്കാരായിരിക്കും. താമസിക്കേണ്ടി വന്ന ആളുകൾ ഫോഴ്സ്ഡ് ആയിട്ട് പോയി. അത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്. നമ്മുടെ ഇന്ന് നിലനിൽക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഡിസ്ക്രിമിനേഷന്റെ പാർട്ടായിട്ട് അത്ര പ്രിവിലേജ്ഡ് അല്ലാത്ത മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത്തരം ദുസ്സഹമായിട്ടുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ പാരിസ്ഥിതികമായിട്ട് ലോലമായിട്ടുള്ള അവിടെ ഉരുൾപൊട്ടലുണ്ടാകും, വെള്ളപ്പൊക്കം ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പോയി. ഇപ്പം കുട്ടനാടൊക്കെ പോയി താമസിക്കുന്നവർ അത് അറിഞ്ഞുകൊണ്ട് തന്നെ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഒത്ത എക്സ്പോഷർ ഉണ്ട്. ജിയോഗ്രാഫിക്കലായിട്ടും സോഷ്യോ എക്കണോമിക്കായിട്ടും എക്സ്പോസ്ഡ് ആകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പോഷർ നമുക്ക് അസറ്റ് ചില സമയത്ത് ഇപ്പം റാപ്പിഡ് അർബനൈസേഷൻ വരുന്നത്. എറണാകുളത്തിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ എറണാകുളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കടലാണ്, മറ്റേ വെറ്റ്ലാൻഡ്സ് ആണ്. ഒരു ഫ്ലഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെള്ളം നിൽക്കാനുള്ള സാഹചര്യങ്ങളാണ്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? അവിടെ അസറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാതെ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മളിപ്പം എറണാകുളം എക്സ്പാൻഡ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഇപ്പം കിഴക്കോട്ട് സ്ഥലമുണ്ട്. ഇപ്പോൾ ഹൈബീഡിനോ ആരാണ്ട് എന്താ പറയുക നമ്മുടെ സ്റ്റേറ്റ് ക്യാപിറ്റൽ എറണാകുളം ഒന്ന് ആക്കണം. പക്ഷേ സ്റ്റേറ്റ് ക്യാപിറ്റൽ എറണാകുളം ആക്കിയില്ലെങ്കിലും
സ്റ്റേറ്റിന്റെ ഫംഗ്ഷനാലിറ്റി കുറച്ചുകൂടെ കേക്കോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് ഇത്തരം ദുസ്സഹമായിട്ടുള്ള ഈ എക്സ്പോഷർ കണ്ടീഷൻ കുറയ്ക്കാൻ പറ്റും. അസറ്റിനെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്കണോമിക് ലോസ് ഇതുപോലെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ എല്ലാം കൂടെ നശിച്ചു പോകുന്നതിന് ഒരു അസറ്റ് കോൺസെൻട്രേഷൻ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ റിസ്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെയും നമ്മുടെ ഹ്യൂമനെയും എല്ലാം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണല്ലോ. അപ്പോൾ അങ്ങനെ എക്സ്പോഷർ കുറയ്ക്കാൻ പറ്റും. പിന്നീടുള്ളത് വൾനറബിലിറ്റിയാണ്. വൾനറബിലിറ്റി എന്ന് പറയുന്നത് അത് ഒത്തിരി ഫാക്ടേഴ്സാണ്. അത് ഏറ്റവും കൂടുതൽ സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ് വൾനറബിലിറ്റിയുടെ ഒരു ഡിറ്റർമിൻ ചെയ്യുന്നത്. മുമ്പേ സൂചിപ്പിച്ചാൽ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരാണ് ഇത് അവരുടെ വൾനറബിലിറ്റിയാണ് കൂടുതൽ. അവർക്കാണ് ഇപ്പം നമ്മുടെ പോലുള്ള ഇപ്പം നമ്മൾ 3 പേരെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വൾനറബിലിറ്റി ആയിരിക്കത്തില്ല എൻ്റേത്, പുറത്തുള്ളവൻ്റെ വേറൊരായിരിക്കും. അപ്പം ആ വൾനറബിലിറ്റി ഒരു സോഷ്യോ എക്കണോമിക് ഫാക്ടറാണ്. അതുകൂടെ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ, പരിസ്ഥിതി ദുർബലമാകുന്ന അവിടെയാണ് നമ്മൾ പരിസ്ഥിതിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പരിസ്ഥിതിയെ മെച്ചപ്പെടുത്തി കാലാവസ്ഥാ വ്യതിയാനം തടയാമെന്നല്ല പറയുന്നത്. അപ്പം ദുർബലമായ പരിസ്ഥിതിയിലാണെങ്കിൽ ഇത് കൂടുതൽ എന്താ പറയുക വൾനറബിലിറ്റി കൂടുതലായിരിക്കും. അപ്പം പരിസ്ഥിതിയെ കൂടുതൽ മെച്ചപ്പെടുത്തി. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു അർബൻ ഏരിയ ആണെങ്കിൽ അർബൻ ഫ്ലഡിങ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് ഇനിയും ഭാവിയിൽ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. അപ്പം അർബൻ ഫ്ലഡിങ് ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ മഴ കൂടുതൽ തീവ്രമാകുന്നു. ഈ മിനി ക്ലൗഡ് ബസ്റ്റ്, അതായത് ലഘുമേഘ വിസ്ഫോടനങ്ങൾ പോലുള്ള അവസ്ഥകൾ തുടരാം. അത് കൂടുതലും പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് അർബൻ ഏരിയയിലായിരിക്കും. അർബൻ ഏരിയയിൽ ഏറ്റവും വലിയ പ്രശ്നം ഡ്രെയിനേജുമായിട്ട് ബന്ധപ്പെട്ടതും പിന്നെ മാലിന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ടില്ല ഇതുവരെ. എന്നാൽ ഇതിനെല്ലാം കാലാവസ്ഥയുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അപ്പം ഡ്രെയിനേജ് സിസ്റ്റം പ്രശ്നമായിട്ട് വരും. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ അവിടെയാണ് വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് കോഡ് ആൻഡ് കോണ്ടക്ട് അല്ലെങ്കിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരണമെന്ന്. അപ്പം നമ്മൾ പല വെറ്റ്ലാൻഡ്സും ഒക്യുപ്പൈ ചെയ്തിട്ടാണ് നമ്മൾ വികസന പ്രവർത്തനങ്ങൾ. അപ്പം ഇത് ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്തുള്ള ആ ഒരു കുഷ്യൻ ഇല്ലാതാകും. അപ്പം അധിക ജലത്തെ സംഭരിച്ചു വെക്കുന്ന ആ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു സ്റ്റോറേജ് സിസ്റ്റം, അത് ഫ്ലഡിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്റ്റോറേജ് സിസ്റ്റം നാച്ചുറൽ ആയിട്ടുള്ളത്, മനസ്സിലായില്ലേ, അത് പോകുന്നു. അപ്പം ചൂട് കൂടാനും മറ്റൊരു കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ കണ്ടൽ കാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ ചൂടിനെ കുറച്ചൊക്കെ. അപ്പം അതുകൊണ്ടാണ് പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് പറയുന്നത്. അല്ലാതെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ആഗോളതാപനം തടഞ്ഞു നിർത്താൻ ഒരിക്കലും പറ്റില്ല. അപ്പം പ്രകൃതിയെ അതിനെയാണ് നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഗ്രീൻ സ്പേസ് കൂടുതൽ ഉണ്ടാക്കുക. പല രാജ്യങ്ങളിലും അതിപ്പം വലിയ ഫ്ലഡ് വരുന്ന സമയത്ത് ഈ വെള്ളം കയറി കിടക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള നമ്മളിവിടെ റൂം ഫോർ റിവർ എന്ന് ആലങ്കാരികമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇവിടുത്തെ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ റൂമിലേക്ക് റിവർ പക്ഷേ അതല്ല അതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് കയറി കിടക്കാനുള്ള സ്ഥലം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ അത് റിവറുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ഇവിടുത്തെ പ്രശ്നമാണ്. റൂം ഫോർ റിവർ എന്ന് പറയുമ്പോൾ അത് റിവറുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തി. അപ്പം വെള്ളത്തെ ഒഴുകിക്കിടക്കാൻ ഉള്ള സ്ഥലങ്ങൾ സ്പേസുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് പല സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും UK യിലും ഒക്കെ അത് ചെയ്യുന്നുണ്ട്. ഇപ്പം വലിയ സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റേഡിയങ്ങൾ ഈ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു 5 വർഷത്തിൽ ഒരിക്കലും വരുന്ന ഒരു ഇതാണ്, ഒരു ഒരു എന്താണ് കണ്ടിജൻസിയാണ്. അതിനെ ആ സമയത്ത് ഈ സ്റ്റേഡിയം ഒക്കെ വെള്ളം കിടക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. അതിന്റെ ഇത് മാറി കഴിയുമ്പോഴത്തേന് അത് പിന്നീട് സ്റ്റേഡിയമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാവുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അർബൻ ഡെവലപ്മെന്റിന്റെ കാര്യമാണ് ഇപ്പം സ്പേസ് ഫോർ വാട്ടർ. അപ്പൊ അങ്ങനെ ഇപ്പം ഡ്രൗട്ട് ആയാലും ഇത്തരം എക്കോസിസ്റ്റത്തിനാണ് ഇപ്പം വെറ്റ്ലാൻഡ്സിൽ നിന്നൊക്കെയാണ് ഈ സംഭരിച്ചു വയ്ക്കുന്ന വെള്ളമാണ് നമ്മുടെ വീട്ടിൽ കിണറ്റിലേക്ക് എത്തുന്നതും സ്ട്രീമിലേക്കും വരുന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെയാണ് നമ്മൾ വെറ്റ്ലാൻഡ്സ് നിലനിർത്തണമെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പരിസ്ഥിതിവാദിയോ അല്ലെങ്കിൽ വികസന വിരോധിയായിട്ടല്ല. അപ്പൊ അങ്ങനെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാകുന്ന ഡ്രൗട്ടിനെയും ഫ്ലഡിനെയും ഒരേപോലെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻ കൊണ്ടാണെന്ന് പറയുന്നത്. അല്ലാതെ മുതലാളിത്ത രാജ്യങ്ങൾ ഉണ്ടാക്കി വിട്ട ആഗോളതാപനത്തെ അല്ല നമ്മൾ ഈ പരിസ്ഥിതിയെ മെച്ചപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്താ പറയുക കൗണ്ടർ ചെയ്യാൻ പോകുന്നത്. അപ്പം അതാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ലോക്കലി ഉള്ള ഈ ഹസാർഡിനെ മുൻകൂട്ടി കാണുക, എക്സ്പോഷർ കുറയ്ക്കുക, വൾനറബിൾ കമ്മ്യൂണിറ്റിയുടെ ഒരു കോപ്പിംഗ് അഡാപ്റ്റീവ് കപ്പാസിറ്റി കൂട്ടുക.
അതൊക്കെ നമുക്ക് ലോക്കലി ചെയ്യാൻ പറ്റും. ലോക്കൽ അപ്പം അതിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാലാവസ്ഥ പരമായിട്ട് നിലനിൽക്കുന്ന ഒരു അസമത്വം, ക്ലൈമറ്റ് ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ ഇന്നിക്വാലിറ്റിയെ അഡ്രസ്സ് ചെയ്യാൻ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പോളിസീസാണ് നമുക്ക് ആവശ്യം. നമ്മൾ റിസർവേഷനൊക്കെ പറയത്തില്ലേ, അംബേദ്കർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ റിസർവേഷൻ ഈ തരത്തിലൂടെ കൊണ്ടുവന്നതിന് സാമൂഹികവും സാമ്പത്തികത്തിനും ഒരു ഉപരി പാരിസ്ഥിതികമായിട്ട് ദുർബലമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ കൂടുതൽ കിട്ടേണ്ട രീതിയിൽ. അതുകൊണ്ടാണ് ഈ വർഷം ഉണ്ടായ ഒരു വിധി എന്ന് പറയുന്നത്, ഒരു എന്താ പറയുക, ഒരു സുപ്രീം കോടതിയുടെ ഒരു വിധിയിൽ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, റൈറ്റ് ടു ലൈഫ് എഗനിസ്റ്റ് ക്ലൈമറ്റ് എക്സ്ട്രീംസ് എന്ന്. അതായത് നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 14 അതോടൊപ്പം തന്നെ അത് പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരെ കൂടുതൽ കൺസിഡർ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 21 അതിൻ്റെ പരിധിയിൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റിനും ഒന്നും അതിൽ നിന്ന് പിന്നീട് പിന്മാറാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഹെൽത്ത് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റിലൂടെ തന്നെ റൈറ്റ് ടു ക്ലൈമറ്റ് ക്രൈസിസ് എന്നും പറഞ്ഞ് ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 21 പാർട്ടായിട്ടും ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ ലീഡേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ സോ കോൾഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഒന്നും അത് ഏറ്റെടുത്തിട്ടില്ല, ചർച്ച പോലും ആക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത്. അവിടെ മാധ്യമങ്ങൾ പോലും അതൊരു വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് പോലും കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനെല്ലാം അപ്പൊ മാധ്യമങ്ങളുടെ ഒരു റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ്. ആൾക്കാരെ സെൻസിറ്റൈസ് ചെയ്യുക, ചുമ്മാതെ എന്താ പറയുന്നത്, ഭീതി ഉണ്ടാക്കി അമിതമായിട്ടുള്ള നമ്മൾ പറയില്ല മെന്റൽ സ്ട്രെസ്സിനെ വീണ്ടും കൂട്ടലല്ല. എവിടെയോ മഴ കിടക്കുമ്പോൾ നമ്മൾ വലിയ അതിതീവ്ര മഴ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുക എന്നുള്ളത്. പ്രായോഗികമായ രീതിയിൽ ഇത്തരം ചർച്ചകൾ, എഡ്യൂക്കേഷൻ, നിരന്തരമായിട്ട് അവയർനെസ് പ്രോഗ്രാമും ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ, അതുകൊണ്ടാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്. കാരണം ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് താഴെ തട്ടിക്കിടക്കുന്ന ആൾക്കാരെയാണ്. ഏറ്റവും ഇപ്പം ഒരു അർബൻ ഫ്ലഡ് ഉണ്ടായാൽ തന്നെയും ഫ്ലാറ്റിൽ 2 മേളിൽ നിലയിലുള്ളവർക്ക് ഒന്നും പ്രശ്നമില്ല. പക്ഷേ അർബൻ ഏരിയയിൽ തന്നെയുള്ള സ്ലം അല്ലെങ്കിൽ അത്തരം ദുസ്സഹ കാര്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരെയാണ് അത് ബാധിക്കുന്നത്, മുങ്ങിപ്പോവുക. അപ്പോൾ അത് എവിടെ ചെന്നൈയിൽ അതാണ് സംഭവിക്കുന്നത്. കൊച്ചി സംഭവിച്ചാലും അത് തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഏത് അർബൻ മെട്രോപൊളിറ്റൻ സിറ്റി, ഇപ്പം മുംബൈയിലെ ഒന്നും ചെന്നൈയിലെ ഒന്നും സാഹചര്യമല്ല കൊച്ചിയിലുള്ളത്, അങ്ങനത്തെ ഒരു സ്ലം ഏരിയ ഒന്നും. അപ്പം അതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ സാമൂഹികമായിട്ട് നമ്മൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല, എന്നാൽ പോലും കൊച്ചിയിലും അത് ബാധിക്കുമെന്നുള്ളതാണ്. അപ്പം അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, അതായത് ഒരു ബോട്ടം അപ്പ് അപ്രോച്ച്. ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആൾക്കാരുടെ വോയിസ് എങ്ങും കേൾക്കുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർഷക തൊഴിലാളികളൊക്കെ ഈ റൈറ്റ് ടു സംഗതി അവരുടെ അല്ലേ അവകാശം, ട്രൈബൽസ് അതായത് മത്സ്യത്തൊഴിലാളികൾ, ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ വ്യതിയാനം ഉപജീവന മാർഗമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ തന്നെ കർഷകർ, ട്രൈബൽസ് ഡയറക്ട്ലി ദേ ആർ ലിങ്ക് ടു ദി നേച്ചർ ഫോർ ദയർ ലൈവ്ലിഹുഡ് അല്ലേ. അപ്പം എവരെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്? അപ്പം അവിടെയാണ് നമുക്ക് ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ അപ്രോച്ച് വരുന്നത്. അപ്പം എവിടെയാണ് കൂടുതൽ നമുക്ക് കൊടുക്കേണ്ടത്, അല്ലാതെ ഇക്വാളിറ്റി അല്ല നമ്മൾ. അപ്പം ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചിലൂടെ മാത്രമേ, അതുകൊണ്ടാണ് പ്രാദേശിക അടിസ്ഥാനത്തിൽ തന്നെ ഇതിനുള്ള പരിഹാരങ്ങൾ ഉയർന്നു വരണം. നമുക്ക് ട്രഡീഷണൽ നോളജ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനാണ് കാലാവസ്ഥ ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു വലിയ സംഗതിയുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ UN ഒക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിൻ്റെ ഒന്നായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. കാരണം 2015 വരെ നമ്മൾ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ എന്നാണ്, ഒരു 11 ഗോൾസേ ഉള്ളായിരുന്നു. അതിനുശേഷം ഈ എൻവയോൺമെൻറ്റും ഡെവലപ്മെൻറ്റിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് റിയലൈസ് ചെയ്തുകൊണ്ട് എക്കോസിസ്റ്റവും എൻവയോൺമെൻറ്റും ക്ലൈമറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് റിയലൈസ് ചെയ്തുകൊണ്ടാണ് പാരീസ് അഗ്രിമെൻറ്റിന് ശേഷം 2015 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ടാക്കിയത്. അതിൽ 13ാമത്തേതാണ് ക്ലൈമറ്റ് ആക്ഷൻ. ഒന്നാമത്തെ നോ പോവർട്ടി, നോ ഹങ്കർ, സസ്റ്റൈനബിൾ സിറ്റീസ്, ക്ലീൻ എനർജി, ഗുഡ് എഡ്യൂക്കേഷൻ, ഗുഡ് ഹെൽത്ത്, വേസ്റ്റ് ആൻഡ് സാനിറ്റേഷൻ. ഇതെല്ലാം കാലാവസ്ഥ. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെയാണ് ലൈഫ് അണ്ടർ വാട്ടർ എന്ന് പറഞ്ഞാൽ അക്വാട്ടിക് എക്കോസിസ്റ്റം, ലൈഫ് ഓൺ ലാൻഡ് എന്ന് പറഞ്ഞാൽ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം.
ഇതെല്ലാം അത് 14 15 ആ നമ്പറാണ്. പക്ഷെ 13 എന്ന് പറയുന്നത് ക്ലൈമറ്റ് ആക്ഷൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഈ പറഞ്ഞ പോലെ എല്ലാം ലിങ്ക് ചെയ്ത് കിടക്കുന്നത്. അപ്പം ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാലാവസ്ഥ അടിയന്തരാവസ്ഥ എന്നൊക്കെ കണ്ടറിഞ്ഞുകൊണ്ടാണ് ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞത്. ക്ലൈമറ്റ് വേണ്ടിയുള്ള ആക്ഷനിലൂടെ നമുക്ക് ഈ ഒരു യഥാർത്ഥത്തിൽ നമ്മുടെ വികസനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതം, മനുഷ്യരുടെയും ജന്തുജാലങ്ങളുടെയും ഭൂമിയുടെയും പരിസ്ഥിതിയുടെയും ജീവൻ ഒരേപോലെ നിലനിൽക്കണമെന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ആ ഒരു അപ്രോച്ച് കൊണ്ടുവന്നത്. അപ്പോൾ അത് ഒരു ഫ്രെയിം വർക്ക് ഗ്ലോബലി തന്നെ ഉണ്ട്. അപ്പോൾ ലോക്കലി വരുമ്പം അത് പലതരത്തിലായിരിക്കും നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതേ ഉള്ളൂ. അപ്പം മാക്സിമം പീപ്പിൾ പാർട്ടിസിപ്പേഷൻ ലോക്കലി കൊണ്ടുവരിക, അവരുടെ വോയിസ് പോളിസി മേക്കിങ്ങിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുക, ഇതൊക്കെ ഒരു പാർട്ടാണ്. അതുപോലെ തന്നെ മുമ്പേ സൂചിപ്പിച്ച പോലെ മീഡിയാസിനും ഒരു അതിനാണ് അതിൽ മറ്റേ ഹസാർഡ് പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണെങ്കിലും മൾട്ടി വെതർ ഹസാർഡ് ഏർലി വാർണിംഗ് സിസ്റ്റം എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ ഓരോ ആൾക്കാരും അതിൽ എഡ്യൂക്കേഷൻ അവയർനെസ് ഉണ്ട്. ഓരോ ആൾക്കാരും എത്രത്തോളം വൾണറബിൾ ആണെന്ന് അവർ തന്നെ മനസ്സിലാക്കണം എന്നുള്ളത്. അപ്പോൾ അതൊരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ട് അതിൽ. പിന്നീട് മോണിറ്ററിങ് സിസ്റ്റം, അതാണ് ഞാൻ പറഞ്ഞ ഹസാർഡിനെ നമുക്ക് തടയാൻ പറ്റത്തില്ല. അത് ഓരോ റേഞ്ചിലും ഇന്ന സ്കെയിലിൽ ഇപ്പം ചില ഹസാർഡിനെ ഇപ്പം തണ്ടർ ഈ ലൈറ്റ്നിങ് ഒക്കെ 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു മേഘവിസ്ഫോടനം 6 മണിക്കൂർ മുമ്പേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതേസമയം സൈക്ലോൺ ഒരു 5 ദിവസം മുന്നേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. മൺസൂണൊക്കെ നമുക്ക് 2 ആഴ്ച മുന്നേ അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഓരോ സ്കെയിലിലുള്ള മോണിറ്ററിങ് സംവിധാനങ്ങൾ കൊണ്ടുവരണം. ഇതിനെ അളക്കാനുള്ള കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് ഈ മഴയും ടെമ്പറേച്ചറിനെയൊക്കെ അളക്കാനുള്ള സംവിധാനങ്ങൾ. അപ്പം കമ്മ്യൂണിറ്റിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വരും. പിന്നീട് ഇതിനെ ഡിസമിനേറ്റ് ചെയ്യുന്ന റോളാണ് ഈ പറഞ്ഞ പോലെ മീഡിയാസിനൊക്കെ ഉള്ളത്. ഇത് പ്രോപ്പറായിട്ട് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഈ അലേർട്ട് സംവിധാനങ്ങളൊക്കെ അതിൻ്റെ മീനിങ് എന്താണ്, അത് ആ രീതിയിൽ തന്നെ ജനങ്ങളിലെത്താം. അല്ലെങ്കിൽ ഒരു ഓറഞ്ച് അലേർട്ട് വരുമ്പോൾ തന്നെ ആൾക്കാരെ പേടിപ്പിക്കുക എന്നുള്ളതല്ല. റെഡ് അലേർട്ട് വരുമ്പോഴാണ് മാക്സിമം അലേർട്ട് നമ്മൾ മാറേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇവാക്യുവേഷനൊക്കെ നടക്കുന്നത്. യെല്ലോ അലേർട്ട് വരുമ്പോഴേ ആൾക്കാരെ വെറുതെ പാനിക്കാക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതിന് മീഡിയാസിന് വലിയ റോളുണ്ട്. കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഡീകോഡ് ചെയ്ത് ജനങ്ങളിൽ എത്തിക്കേണ്ട ജോലിയാണ് മീഡിയയ്ക്കുള്ള ആ ഒരു. അപ്പോൾ അവിടെയാണ് മീഡിയാസിന് ഉള്ള ഒരു റോള്. പിന്നീട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ എന്താ പറയുക അൺബൈസ്ഡ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷപാതപരമായിട്ട് അല്ലാതെ അറ്റ്ലീസ്റ്റ് വസ്തുതാപരമായിട്ട് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ട് ഒക്കെ അതിൽ പൊളിറ്റിക്സ് ഇല്ലാതെ റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ലെവലിൽ മീഡിയാസിന് ഒരു പാർട്ടുണ്ട്. പിന്നീട് റെസ്പോൺസ് കേപ്പബിലിറ്റി വളർത്തുക എന്നുള്ള പറഞ്ഞാൽ വൾണറബിലിറ്റി കുറയ്ക്കുക എന്നുള്ളതിൻ്റെ ആ ഒരു പ്രൈം റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റിന് തന്നെയാണ്. അതിപ്പോൾ ഏത് സ്റ്റേറ്റ് ആയാലും ഇപ്പം ഭരണകൂടങ്ങൾക്കാണ് ടോപ്പ് ടു ബോട്ടം. ഇപ്പം നാഷണൽ ലെവലിൽ നിന്ന് സ്റ്റേറ്റിൽ വരാം, ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരാം, ലോക്കൽ ബോഡി, അങ്ങനെ ഒരു നമ്മൾ അതിൻ്റെ ഇടയിൽ വിട്ടുപോയൊരു സംഗതി കൂടെ പറയാമെന്ന് തോന്നുന്നു. അതായത് വേസ്റ്റ് മാനേജ്മെന്റും ഈ പറയുന്ന കാലാവസ്ഥ മാറ്റങ്ങളും തമ്മിലുള്ള ഒരു കോറിലേഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ മഴ പെയ്യുന്നത് ഇത്രയും മുമ്പ് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റിയാലും നമ്മൾ അതിൻ്റെ 2 ദിവസം മുന്നേ അതിൻ്റെ ഈ ഓട ശുചീകരണം എന്നുള്ള സ്റ്റേറ്റ് പരിപാടി നടപ്പിലാക്കാൻ തുടങ്ങുകയുള്ളൂ. അത്തരത്തിലുമുള്ള ചെറിയ കാര്യങ്ങൾ തൊട്ടിട്ട് വേസ്റ്റ് എങ്ങനെയാണ് ഈ പരിസ്ഥിതിയെ ബാധിക്കുന്നത് എന്നുള്ള ഡയറക്റ്റ് ആയിട്ട് പലതരത്തിൽ അതൊരു ഭയങ്കര കോംപ്ലക്സ് ആണ്. വേസ്റ്റ് അത് നമ്മുടെ ഭാവിയിൽ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അത് വേസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തി എന്ന നിലയിൽ ചെയ്യാവുന്നത്. അത് ഇത് ഓരോ ലെവലിലും എടുക്കേണ്ട. ഇപ്പം 3 Rs എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. അതാണ് വ്യക്തി എന്ന നിലയിൽ ഇതിൽ നമ്മുടെ വേസ്റ്റ് നമ്മൾ കുറയ്ക്കുക, റെസ്പോൺസിബിലിറ്റി എടുക്കുക. പിന്നെ ഇതിനെ സോഴ്സിൽ തന്നെ സംസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെയാണ് വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഒക്കെ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നീടാണ് അത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ള ലിമിറ്റഡ് ഫെസിലിറ്റിയിൽ അല്ലെങ്കിൽ ലിമിറ്റഡ് അഡ്വാൻറ്റേജ് ഉള്ളവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ഗവൺമെൻറ് സിസ്റ്റത്തിലൂടെ സപ്പോർട്ട് ചെയ്യുക. പക്ഷേ ഇതിന് അതുകൊണ്ട് സോളിഡ് ആയാലും ലിക്വിഡ് ആയാലും ഈ വേസ്റ്റ് സെഗ്രഗേറ്റ് ചെയ്ത് പ്ലാസ്റ്റിക് വേസ്റ്റ് ആയാലും ഇതിനെ പിന്നെ വേസ്റ്റ് ചെയ്യുന്നത് തന്നെ എനർജി ഉണ്ടാക്കാവുന്ന പ്രൊവിഷൻസ് ഉണ്ട്. വേസ്റ്റ് ടു എനർജി, വേസ്റ്റ് ടു പ്രോഡക്ട്സ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒന്നും വേസ്റ്റ് അല്ല എന്നുള്ളതാണ്. യൂസ് ആൻഡ് റീയൂസ് അല്ല, എന്തും ഈ വേസ്റ്റ് ചെയ്യുന്ന എനർജി ഉണ്ടാക്കുന്ന കൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ എനർജി കൺവേർഷൻ അല്ലേ നടക്കുന്നത്. സർക്കുലർ എക്കോണമി എന്ന് പറയും. സർക്കുലർ എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വേസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ ഇല്ല, എല്ലാം പ്രോഡക്ട്സ് ആണ്.
അപ്പം വേസ്റ്റും നമ്മൾ പുതിയ എനർജി ഉണ്ടാക്കുന്ന ഒരു സോഴ്സ് ആക്കി മാറ്റുന്നു, അല്ലെങ്കിൽ വേറൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നു. അറ്റ് ദ മോസ്റ്റ് ഇത് ആ ഒരു പ്രോസസ്സിലൂടെ സീറോ വേസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഇതൊക്കെ ഈ രീതിയിലുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ലോകം മാറണമെങ്കിൽ വളരെയധികം സമയമെടുക്കും. പക്ഷേ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് എടുക്കാവുന്ന പല കാര്യങ്ങളും ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഫുഡിൻ്റെ കാര്യത്തിൽ ഇപ്പം പ്രൊഡ്യൂസ് ഫുഡ് ലോക്കലി കാലാവസ്ഥാ വ്യതിയാനത്തെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ പ്രത്യേകിച്ചും കേരളത്തിലൊരു ഉപഭോഗ സംസ്കാരം എല്ലാം പുറത്തുനിന്ന് വരുവാണല്ലോ. അപ്പം ഫുഡ് നമ്മൾ ലോക്കലി ഉണ്ടാക്കുക. ഈ പുറത്തുനിന്ന് വരുന്നത് വണ്ടിയെ കയറ്റിയിട്ടില്ലേ കൊണ്ടുവരുന്നത്. അപ്പം കാർബൺ ഫുട് പ്രിന്റ് അതിൻ്റെതായിട്ടുണ്ട്. അപ്പം എല്ലാവരും പറയും ഈ വെജിറ്റേറിയൻകാർ കുറച്ച് കാർബൺ ഫുട് പ്രിന്റും മീറ്റ് കൂടുതൽ കഴിക്കുന്നവർ ഇല്ല. അത് ചിലപ്പം യൂറോപ്പിൽ അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ നേഷൻസിൽ അത് കറക്റ്റ് ആയിരിക്കും. കാരണം ദേ ആർ ഗ്രോയിങ് ദെയർ ഫുഡ് ലോക്കലി. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ചിലപ്പം കോഴിയെ തിന്നുന്നവരും അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കുന്നവരായിരിക്കും കുറച്ച് ഫുഡ് പ്രിന്റ്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടനാശിനി മേടിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വരണം. ഇതാകുമ്പോൾ ലോക്കലി ഒരു ഏതെങ്കിലും ഫാമിൽ നിന്ന് വന്നാൽ മതി. അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇപ്പം വേസ്റ്റ് മാനേജ്മെന്റ് ബോത്ത് കാർബൺ എമിഷനെയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ എഫക്റ്റ് മിറ്റിഗേഷൻ ലെവലിലും നമുക്ക് ഇപ്പം കാലാവസ്ഥാ വ്യതിയാനത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന 3 തരത്തിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറ്റിഗേഷൻ, ഇതുണ്ടായെന്ന കാരണം കുറയ്ക്കുക. 2 അഡാപ്റ്റേഷൻ, 3 സഫർ അനുഭവിക്കുക. 2 നമുക്ക് ചെയ്യാൻ പറ്റും. ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ മുമ്പേ സംഭവിച്ച ലോക്കലി ഉള്ള അതിനോട് എങ്ങനെ പൊരുത്തപ്പെട്ട് ജീവിക്കാം. അതിൻ്റെ കുറേ കാര്യങ്ങളാണ് പ്രശ്നം. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഹയർ ലെവലിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ സോഴ്സിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം ഇപ്പം നമ്മൾ ഇപ്പം ഏറ്റവും കൂടുതൽ കാർബൺ എമിറ്റ് ചെയ്യുന്ന സെക്ടർ എന്ന് പറഞ്ഞാൽ എനർജി സെക്ടറാണ്. എനർജിക്ക് ഊർജ്ജ സെക്ടറാണ് ഏറ്റവും കൂടുതൽ കാർബൺ എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഊർജ്ജ സെക്ടറിൽ ഇപ്പം ട്രാൻസ്പോർട്ടേഷൻ ആയാലും ബിൽഡിങ്ങിലൊക്കെ വേണ്ടിയുള്ള ഊർജ്ജമായാലും അല്ലെങ്കിൽ വ്യാവസായിക ആവശ്യമായിട്ടുള്ള ഇതെല്ലാം കൂടെ ചേർന്നൊരു 75% കാർബൺ ഫുട് പ്രിന്റ് ഈസ് കമ്മിങ് ഫ്രം എനർജി സെക്ടർ അലോൺ. അപ്പം മിറ്റിഗേഷനിൽ എടുക്കാവുന്ന ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോസിൽ ബേസ്ഡ് ആയിട്ടുള്ള എനർജി പ്രൊഡക്ഷൻസ് കുറയ്ക്കുക എന്നുള്ളത്, മാറുക റിന്യൂവബിൾ എനർജി സോഴ്സിലേക്ക് മാറുക എന്നത്. അത് കുറച്ചൊക്കെ അച്ചീവബിൾ ആണ്. അത് കുറച്ചൊക്കെ അതിലാണ് ഒരു പ്രതീക്ഷ. അത് കൂട്ടുന്നതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രാദേശിക അടിസ്ഥാനത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു ഡിസ്ക്രിമിനേഷനെ ലോകരാജ്യങ്ങൾക്ക് പോലും മനസ്സിലായി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ കോപ്പിൽ കൊണ്ടുവന്ന ഒരു വലിയ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് എന്ന് പറയും. അത് വളരെ കുറവാണ്. കൊണ്ടുവന്നു അത് റിയലൈസ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷെ അത് വളരെ തുച്ഛമാണ്. എന്നാൽ പോലും ആ ഒരു അവസ്ഥയിലെത്തി. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ മിറ്റിഗേഷൻ നമുക്ക് എനർജി സെക്ടറിലൂടെ ഒരു പരിധിവരെ നമുക്ക് സാധ്യമാകും. ഈ റിന്യൂവബിൾ എനർജി സോഴ്സ് നമുക്ക് ധാരാളം പൊട്ടൻഷ്യലാണ്. ഇന്ത്യയെ സംബന്ധിച്ച് സോളാർ എനർജി ആയാലും വിൻഡ് എനർജി ആയാലും ഓഷ്യൻ വേവ് എനർജി ആയാലും എല്ലാം നമുക്ക്. പിന്നെ ഈ പലതരത്തിലുള്ള ബ്ലെൻഡഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉണ്ട്. ഈ കാർബൺ ക്യാപ്ചർ ചെയ്ത്, അതായത് സോഴ്സിൽ തന്നെ നമ്മളിപ്പോൾ ഒരു വ്യാവസായിക യൂണിറ്റ് ഉണ്ടെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ അവിടെ തന്നെ ക്യാപ്ചർ ചെയ്ത് സോയിലിലോ ലാൻഡിലോ ഡിപ്പോസിറ്റ് ചെയ്ത് കാർബണാക്കി മാറ്റുന്ന, അങ്ങനെ കാർബണെ അവിടെ തന്നെ പുറത്തോട്ട് പോകാതെ ക്യാപ്ചർ ആൻഡ് സ്റ്റോറേജ്. പിന്നെ അങ്ങനത്തെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പം യൂറോപ്പിലും ഒക്കെ അത്തരം ടെക്നോളജി ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ കാർബൺ നെഗറ്റീവ് എമിഷൻ ഉള്ള സൊല്യൂഷൻസ്. പിന്നെ ബയോ ചാർ എന്ന് പറയുന്നത് മറ്റേ ഇത് എന്താ പറയുന്നത്, കാർബണിനെ നമ്മൾ കൂടുതലും ഗ്രൗണ്ടിലും അല്ലെങ്കിൽ സോയിലിലും ഒക്കെ തന്നെ നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾ. പിന്നുള്ള വലിയ ടെക്നോളജിക്കൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് അത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഈ പറഞ്ഞ പോലെ അത് ജിയോ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ഇങ്ങോട്ട് വരുന്ന സൂര്യൻ്റെ ഊർജ്ജത്തെ കുറേയൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് കളയുന്ന പരിപാടികൾ. അതായത് നമ്മുടെ 20-30 കിലോമീറ്റർ ഹൈറ്റിൽ കൊണ്ടുവന്ന് മിറർ സ്ഥാപിക്കുക, ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഇജക്റ്റ് ചെയ്യുക. ഇവിടെ താഴെയല്ല, മേളിൽ.
ഇത്തരം റിഫ്ലക്ട് ചെയ്യുന്ന ക്ലൗഡുകളെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുക. അപ്പം നമ്മൾ ക്ലൗഡ് സീഡിങ് പറഞ്ഞ പോലെ ഇത്തരം ക്ലൗഡുകളുണ്ട്, സിറസ് ക്ലൗഡ് എന്ന് പറയും. അപ്പോൾ അതിനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി ഇടുക. അപ്പം ഇങ്ങനത്തെ ഒത്തിരി സാധ്യതകളുണ്ട്. അപ്പോൾ എനർജി അത് ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത, എന്നാൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ലോക്കലി വരുമ്പം പാരിസ്ഥിതികമായിട്ടുള്ള മുൻഗണനയും നമുക്ക് ആവശ്യമാണ്. ടെക്നോളജി മാത്രം കൊണ്ട് നമുക്കിതിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല. അതൊക്കെ മിറ്റിഗേഷൻ ലെവലിലാണ്. അഡാപ്റ്റേഷനിൽ വരുമ്പോഴാണ് നമ്മൾ പറയുന്ന പോലെ കൂടുതൽ ഈ പ്രാദേശിക ഭരണകൂടങ്ങളിലും അല്ലെങ്കിൽ പ്രാദേശിക അടിസ്ഥാനത്തിലും സ്റ്റേറ്റും ഒക്കെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചറിനോ അല്ലെങ്കിൽ ഒരു ഇതിനെ കാർബൺ ന്യൂട്രാലിറ്റിയിലേക്കൊക്കെ പോകുന്നതിനേക്കാളും ഉപരി നമ്മുടെ ലോക്കലായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഉപജീവന മാർഗത്തെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നതിനെ എങ്ങനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ ജീവനോപാധി എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ്. പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നതിലൊക്കെ നമുക്ക് വിഷയമുണ്ട്. നമ്മളീ പറഞ്ഞ പോലെ ഫണ്ടിങ് ഓപ്ഷൻ അനുസരിച്ച് ഇപ്പം കാർബൺ ന്യൂട്രാലിറ്റിയിലേക്കൊക്കെ പോകുന്നതിനൊക്കെ ഒത്തിരി ഫണ്ട് കിട്ടും. അപ്പോൾ ഫോക്കസ് ആ രീതിയിലാണ്. നമ്മൾ ഫണ്ട് അത് കുറ്റം പറയാൻ പറ്റില്ല, ഗവൺമെൻറ്റുകളെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ഫസ്റ്റ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അതിനുശേഷം മിറ്റിഗേഷൻ. അതൊന്നും നടന്നില്ലെങ്കിൽ ആൾക്കാരിങ്ങനെ സഫർ ചെയ്യുന്നുള്ള. അപ്പം നമ്മൾ ചിരിച്ചുകൊണ്ട് പറയുമെങ്കിൽ പോലും ഇത് അതൊരു റിയാലിറ്റിയാണ്. നമ്മളെ ബാധിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ചിരിച്ച് പറയുന്നത്. നിൽക്കുന്നില്ല. അത് നമ്മൾ ആ അതിൻ്റെ നിൽക്കുമ്പോഴേ മാത്രമേ അത് ഈവൻ പോളിസി മേക്കേഴ്സ്. പക്ഷേ കേരളത്തിൻ്റെ അവസ്ഥ വളരെ മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാളും ഒക്കെ ബെറ്ററാണ്. അത് നമ്മുടെ ആ ഒരു സോഷ്യോ കൾച്ചറൽ ആ ഒരു ഇതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത് കാട്ടാക്കട എന്നൊക്കെ പറയുന്ന നിയോജക മണ്ഡലങ്ങളിലൊക്കെ ഈ കാർബൺ ന്യൂട്രൽ ഫുള്ളാക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അത് ഈ പറഞ്ഞ പോലെ വാട്ടർ കൺസർവേഷൻ ആക്ടിവിറ്റീസ് ആയിട്ട് ലിങ്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ ചുമ്മാതെ പോയി ഒരു ഓട വൃത്തിയാക്കും. അപ്പോൾ അതിനെ മറ്റേ ഇത്തരം വാട്ടർ കൺസർവേഷൻ പ്രോഗ്രാംസുമായിട്ട് ലിങ്ക് ചെയ്ത് അത് നമ്മുടെ പ്രോഗ്രാംസുകൾ എല്ലാം കൂടെ റീഡിസൈൻ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ എല്ലാം കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് അഡ്രസ്സ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് ഓരോ ആരാ എന്ത് ചെയ്യണം എന്നുള്ള രീതി. ഇപ്പം എനർജിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമുക്കിപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഇലക്ട്രിസിറ്റിയിലാണെന്ന് അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ നമ്മളതിൻ്റെ ഇത് 110 മില്യൺ യൂണിറ്റാണ് കൂടുതലാണ് ഇപ്പം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ പീക്ക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 6000 മെഗാവാട്ടിന് അടുത്തൊക്കെ പോകണം. അത് എ സി വെച്ചാൽ ആ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആൾക്കാർ എവിഡൻ്റ് ആണ്, നമ്മുടെ അത് എവിഡൻ്റ് ആണ്. അപ്പോൾ അത്തരത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് ഇൻഡിവിജ്വലായിട്ടും ഒരു സമൂഹം എന്ന നിലയിൽ, കമ്മ്യൂണിറ്റി ആയിട്ടും സ്റ്റേറ്റ് എന്ന നിലയിലും എടുക്കേണ്ട ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇത് ആരുടെയും തലയിൽ, സ്റ്റേറ്റിൻ്റെ തലയിലോ അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. സ്റ്റേറ്റിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ കൊണ്ട് മാത്രം അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ഇൻഡിവിജ്വൽസിന് കമ്മ്യൂണിറ്റീസിന് വളരെ അധികം സമൂഹ ആയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾക്ക് ഉള്ള ഇതുണ്ടല്ലോ. അപ്പോൾ അത് ആ ലെവലിൽ നമുക്കിതിനെ മാറ്റണം. അതുകൊണ്ടാണ് ഒരു ബോട്ടം അപ്പ് അപ്രോച്ചാണ് ഇതിലേറ്റവും ഇതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് സാധ്യമാണ്, പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ ആ ലെവലിലേക്ക് പോകുന്നില്ലെന്ന്. അപ്പോൾ നമ്മൾ പണ്ട് എഡ്യൂക്കേഷൻ, സാക്ഷരതയിലും ആരോഗ്യ രംഗത്തുമൊക്കെ നമ്മൾ ഒത്തിരി മുന്നേറ്റം ഉണ്ടാക്കിയത്. അപ്പം അതൊരു ഡീസെൻട്രലൈസ്ഡ് കൺസെപ്റ്റിലല്ലേ ചെയ്തത്. അതായത് ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് റിയലായിട്ട് വന്നാൽ മാത്രമേ അത്തരം ആൾക്കാരുടെ കമ്മ്യൂണിറ്റിയുടെ അല്ല. പിന്നെ ഈ തൊഴിലെന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. നമ്മുടെ ഈ ഉപജീവന മാർഗം. ഇപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഈ ചൂട് കൂടുന്ന അവസ്ഥ, അവിടെയും ഇൻഇക്വാലിറ്റി ഉണ്ട്. പിന്നെ എല്ലാ തൊഴിലാളികളെയും ഒരേപോലെ, ഇന്ന് തൊഴിലാളി ദിനം കൂടിയാണ്, പക്ഷെ ഇന്നും 2 മണിക്ക് ഈ സൂര്യപ്രകാശം ഏറ്റ് ചുരുളി ചെയ്യുന്ന ആൾക്കാർ ഇന്ന് ഈ നാട്ടിലുണ്ടെന്നുള്ളതാണ്. ഓരോ സമൂഹത്തെയും ഇത് വ്യത്യസ്ത രീതിയിലാണ് ബാധിക്കുന്നത്. ഇപ്പം പുറം പണി എടുക്കുന്ന ആൾക്കാരെ ബാധിക്കുന്ന പോലെയല്ല അകത്തിരുന്ന് ജോലി എടുക്കുന്നത്. പിന്നെ കൂടുതൽ ഫിസിക്കൽ ലേബർ ആവശ്യമുള്ള ആൾക്കാരെ ബാധിക്കുന്ന പോലെയല്ല. കുട്ടികളെയും മുതിർന്നവരെയും ബാധിക്കുന്ന പോലെയല്ല സാധാരണക്കാരെ ബാധിക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികളെയും ഗതാഗത മേഖലയെ പണിയെടുക്കുന്നവരെ ബാധിക്കുന്നത്. അപ്പം ഞാൻ മുമ്പേ ഗതാഗത മേഖല അവർ മെൻ്റൽ സ്ട്രെസ്, ഹീറ്റ് സ്ട്രെസ് എന്നൊക്കെ പറയുന്നത്.
അപ്പം അതോടൊപ്പം തന്നെ ഈ വലിയൊരു കലാമിറ്റിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു ദുരന്തമുഖത്ത് പണിയെടുക്കുന്ന ഫസ്റ്റ് റെസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഈ പറഞ്ഞ പോലെ എമർജൻസി മാനേജേഴ്സ്, അത് നമ്മുടെ ഫയർഫോഴ്സ്, പിന്നെ പോലീസ്, അല്ലെങ്കിൽ NDRF, പിന്നെ ലോക്കലായിട്ടുള്ള സിവിൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഒക്കെ. അതിലും പറയേണ്ട ഇപ്പം വലിയ ഫ്ലഡ് വന്നപ്പോൾ മത്സ്യത്തൊഴിലാളികളാണ് നമ്മുടെ. അപ്പോൾ അവരെയും ഇതിൽ മേഖലയിൽ വർക്ക് എടുക്കുന്ന അവരെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരുടെ ലൈഫും റിസ്കിലാണ് അവർ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള സേഫ്റ്റിയോ അല്ലെ ഒന്നും ഇല്ലാതാണ് അവർ വന്ന് ചെയ്യുന്നത്. അതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒരു സിവിൽ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും പ്രോപ്പറായിട്ടുള്ള ഒരു ജീവിതം, അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്നവരുടെ ലൈഫ് റിസ്ക് ചെയ്താണല്ലോ ദുരന്തമുഖത്ത് പോകുന്നത്. അപ്പൊ അതിനും നമ്മൾ അവിടെയാണ് തൊഴിൽ സംബന്ധമായിട്ട് ഓരോ ആൾക്കാരുടെയും ഓരോ മേഖലയിലും പണിയെടുക്കുന്ന തൊഴിലാളികളെ കാലാവസ്ഥാ വ്യതിയാനം ബാധിക്കുന്ന വിഷയമാണ്. അപ്പൊ കുറഞ്ഞ പക്ഷം ഇത്തരം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ ഫോർമൽ ഫ്രെയിം വർക്കിലല്ലാതെ ഇതിൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കുറേ പേര് വരുമല്ലോ. ഇപ്പം തദ്ദേശവാസ അതായത് സിവിൽ ഡിഫൻസ് ഫോഴ്സ് അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ അന്ന് വന്ന് ഇവർക്കൊന്നും ഇൻഷുറൻസ് ഒന്നുമില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ റിസ്ക് ചെയ്തിരണം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് വേണേൽ ഇത്തരം എന്താ ഇൻഷുറൻസ് പോളിസികൾക്ക് കൊടുക്കാം. പിന്നെ വിള ഇൻഷുറൻസ് കൊണ്ടുവരാം. കൃഷിക്കാരെ സംബന്ധിച്ച് കാർഷിക മേഖലയിലെ പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. അത് നമ്മൾ അതിനെപ്പറ്റി മീഡിയാസും ആരും ചർച്ച ചെയ്യുന്നില്ലെന്നത്. ഇപ്പം വെള്ളമില്ലാത്തത് പോലും ആർക്കും വിഷയമില്ല. നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം എത്രത്തോളം വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കിണറ്റിൽ എത്രത്തോളം വെള്ളമുണ്ട്, ആസ് ലോങ് ആസ് വി ആർ നോട്ട് ബോധേഡ് എന്നുള്ളതാണ്. അപ്പം അത്തരത്തിൽ നിന്ന് മാറി ഇതിനെ ഒരു എന്താ പറയുന്നത്, ദുരന്തത്തിന് വെളിയിലായിട്ട് നമ്മൾ ഉള്ള ഒരു വലിയൊരു വിഷയമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മളെല്ലാവരും ഈക്വലി റെസ്പോൺസിബിൾ അല്ലേ? നമ്മളെല്ലാവരും ആണ്. നമുക്ക് ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ ഓരോ ആൾക്കാരും എടുക്കേണ്ട കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ നിറവേറ്റണം.